ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്തരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ സൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒപ്പിശരി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായത് ഈ ഉയർച്ച താഴ്ച, അതിൻ്റെ ഓരോന്നും ഇപ്പം കിഴക്ക് വശം പൊങ്ങി പടിഞ്ഞാറ് വശം താന്നു, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം പൊങ്ങി, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫലങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അതൊന്ന് പിന്നെ പ്രസൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ തീർത്തു. ഇനി അടുത്തത് ഇതിലൂടെ നമുക്ക് കിടക്കണം. ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആ സ്ലോപ്പിൻ്റെ 20 തരത്തിലുള്ള ഭൂമിയെ പറ്റി, അതായത് ഏറ്റവും ഉയർച്ച താഴ്ച അതനുസരിച്ച് ഭൂമിയെ 20 തരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ 20 തരവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അത് അടുത്ത ഇതിലോട്ട് കിടക്കുക. അടുത്തത് അത് നമ്മുടെ ആ സെയിം ചാപ്റ്റർ തന്നെ. അതായത് ഇപ്പം ഓരോ ഭൂമി, ഇപ്പം ഇതിപ്പം നോക്കുക, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ? റെക്റ്റാങ്കിളോ കാണാമല്ലോ എല്ലാവർക്കും? ഹലോ, ആരും അൺമ്യൂട്ട് ചെയ്ത് പറയാം. കാണാം സർ. ഓക്കെ. അപ്പം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇതൊരു പ്ലോട്ടാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ വസ്തു ഒരു ദീർഘചതുരാകൃതിയിലുള്ള വസ്തുവാണ്. ഈ ദീർഘചതുരാകൃതി അല്ലെങ്കിൽ പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതിന് നോർത്ത് സൗത്ത് നീളം കൂടുതലാണ്, ഈസ്റ്റ് വെസ്റ്റിൻ്റെ അത് കുറവാണ്. അത് നോർത്ത് സൗത്ത് നീളവും ഈസ്റ്റ് വെസ്റ്റ് വീതിയുമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഭൂമി, റെക്റ്റാങ്കുലർ ഭൂമി നല്ലതാണ്. അപ്പോൾ അതിന് പറയുന്നത് ഐശ്വര്യം. അങ്ങനെയുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അതായത് തെക്ക് വടക്ക് നീളം കൂടിയും കിഴക്ക് പടിഞ്ഞാറ് നീളം കുറഞ്ഞുമുള്ള റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നത് ഐശ്വര്യം ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്തത് നേരെ തിരിഞ്ഞ്, അതായത് ഈസ്റ്റ് വെസ്റ്റ് നീളം കൂടിയും നോർത്ത് സൗത്ത്, ഈസ്റ്റ് വെസ്റ്റ് നീളം കൂടുതലാണ്, നോർത്ത് സൗത്ത് കുറവാണ്. ഇത് പൊതുവെ ഇങ്ങനെ ഉള്ള ദീർഘചതുരാകൃതിയിലുള്ള അതും റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ദീർഘചതുരാകൃതിയാണ്. അപ്പം ഈസ്റ്റ് വെസ്റ്റ് ആണ് നീളം കൂടി. നോർത്ത് സൗത്തിനേക്കാൾ ഈസ്റ്റ് വെസ്റ്റ് നീളം കൂടിയാൽ അത് നല്ലതല്ല. ശരിക്കും അതിന് പറഞ്ഞത് വിനാശം എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഭൂമി വീട് വെച്ച് താമസിക്കാതെ തക്കതായ പരിഹാരങ്ങളൊക്കെ ചെയ്യാതെ വീട് വെച്ച് താമസിച്ചാൽ അത് വിനാശം ഉണ്ടാകുന്നതാണ്. അപ്പം പക്ഷേ ചില പ്ലോട്ടുകൾ അങ്ങനെയാണ്, അവിടെ അങ്ങനെ വീട് വയ്ക്കാൻ ഒക്കുള്ളൂ. പ്ലോട്ടിൻ്റെ കിടപ്പ് കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വീട് വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ ആ ദോഷത്തിൻ്റെ ശക്തിയെ കുറയ്ക്കണം. അപ്പോൾ ഇത് എപ്പോഴും പ്ലോട്ട് ദീർഘചതുരാകൃതിയാണെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് നീളം കുറഞ്ഞും നോർത്ത് സൗത്ത് നീളം കൂടിയിരിക്കണം. ഇപ്പം ഇവിടെ നോക്കുക, താഴെ അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളമുണ്ട്. ഇപ്പം വീതി 1000 ആണെങ്കിൽ നീളം 2000 അതിൽ കൂടുതൽ വരുന്നു. വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതലോ നീളം വരാൻ പാടില്ല എന്നാണ്. അതിന് ദണ്ഡാകൃതി എന്നാണ് പറയുന്നത്. അത് ഏത് സൈഡിലായാലും, ഈസ്റ്റ് വെസ്റ്റ് നീളം കൂടിയാലും അതല്ല നോർത്ത് സൗത്ത് നീളം കൂടിയാലും എങ്ങനെ വന്നാലും ശരി, വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളമുള്ള വസ്തു അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ വാസ്തുമണ്ഡലം ദോഷകരമായ അനുഭവം ഉണ്ടാക്കുന്നതാണ്. ഇതിന് ദണ്ഡാകൃതി എന്നാണ് പറയുന്നത്. ഇത് നല്ലതല്ല.
ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അത് വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം, അതാണ് ദണ്ഡാകൃതി എന്ന് പറയുന്നത്. അത് ദോഷം വരുന്ന അതാണ്, നല്ലതല്ല. അത് ഇൻറ്റു ചുവന്ന നിറത്ത് ഇൻറ്റു ഇട്ടിട്ടുണ്ട്, അത് നല്ലതല്ല. അടുത്ത് നോക്കി, ഇതൊരു സ്ക്വയറാണ്, സമചതുരം. ഏറ്റവും ഉത്തമമായ ആകൃതി എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്. ഒരു പ്ലോട്ടിന്, ഒരു വീട് വയ്ക്കാനുള്ള പ്ലോട്ടിന് ഏറ്റവും ഉത്തമമായ ആകൃതി എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണ്. ധനാഗമം എന്നാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് പറയുന്നത് ധനാഗമം, സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകും. പക്ഷെ സമചതുര പ്ലോട്ട് ദീർഘചതുരം പ്ലോട്ടിനേക്കാൾ കുറെ കൂടി ഗുണകരമായ ഒരു പ്ലോട്ടാണ് സമചതുരം. സ്ക്വയർ പ്ലോട്ട്, നീളവും വീതിയും തുല്യമായിരിക്കുക. ഇത് വന്നൊരു ട്രയാങ്കുലർ പ്ലോട്ടാണ്. ഇത് ദോഷമാണ്. ട്രയാങ്കുലർ പ്ലോട്ട് താമസിക്കാൻ നല്ലതല്ല. അതിനെ മാറ്റി വേറെ ഷേപ്പൊക്കെ ആക്കാതെ നമ്മൾ അവിടെ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ പല ദോഷഫലങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ചും പറയുന്നത് രാജഭീതി ധനക്ഷയം എന്നാണ്. രാജഭീതി എന്ന് പറഞ്ഞാൽ ഇപ്പം രാജാവല്ല, ഇപ്പം ഗവൺമെൻറ്റും ഒക്കെയാണ്. നമ്മൾക്ക് നമ്മളുടെ ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ അത് നമ്മളെ ഭരിക്കുന്ന, ഇപ്പോൾ കോർപ്പറേഷൻ ആകാം, പഞ്ചായത്താകാം, അവരുമായിട്ടും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരാം. പിന്നെ ധനക്ഷയം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും. ട്രയാങ്കുലർ ഷേപ്പിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും ഹയർ അതോറിറ്റീസുമായിട്ട്. അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അതല്ല ഗവൺമെൻറ്റുമായിട്ടായാലും ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതാണ് ട്രയാങ്കുലർ പ്ലോട്ട്. ഇത് സർക്കുലർ പ്ലോട്ടാണ്. സർക്കുലർ ഷേപ്പിലുള്ള പ്ലോട്ട് അതിനും നല്ലതല്ലാതെ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള പ്ലോട്ടിൽ അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം, എത്ര സാമ്പത്തികമായ ഉയർച്ചയുള്ള ഒരാളായാലും അങ്ങനെയുള്ള പ്ലോട്ട് താമസിച്ചു കഴിഞ്ഞാൽ കുറെ കൊണ്ട് ദരിദ്രനായി മാറുന്നതാണ്. ഇതൊരു വില്ലിൻ്റെ ആകൃതി. അത് അങ്ങനെയുള്ള ഇത് കറക്റ്റ് ചെയ്യാതെ താമസിച്ചാൽ ഭയം ഉണ്ടാകും. അവിടെ താമസിക്കുന്നവർക്ക് കാരണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അകാരണമായിട്ടോ ഒക്കെ എപ്പോഴും അവരുടെ മനസ്സിൽ ഭീതി അല്ലെങ്കിൽ ഭയം ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ആ വില്ലിൻ്റെ ആകൃതിയിൽ പറയുന്നത്. അത് വാസ്തുവിൻ്റെ അംഗഹീനത്വം. ഇത് ബൃഹത്സംഹിതയിൽ പറയുന്നതാണ്. പിന്നെ വരാഹമിഹിരൻ അദ്ദേഹം രചിച്ചതാണ് പിന്നെ ബൃഹത്സംഹിത. ആ ബൃഹത്സംഹിത AD 6-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം രചിച്ചത്. അതിനകത്ത് വാസ്തുപുരുഷൻ എന്നുള്ള ഇതിനകത്ത് ആ വാസ്തുപുരുഷന്റെ തല വടക്ക് കിഴക്കായിട്ടാണ് പറയുന്നത്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈശാനുമൂലയിൽ തലയും, അതുപോലെ തന്നെ പാദം, കാലുകൾ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയിലും ആയിട്ട് കമിഴ്ന്ന് കിടക്കുന്നതായിട്ടാണ് ഈ ബൃഹത്സംഹിതയിൽ പറയുന്നത്. ചില പുസ്തകങ്ങളിൽ മലർന്ന് കിടക്കുന്നതായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് മനുഷ്യാലയന്തിയിൽ പറയുന്നത് മലർന്ന് കിടക്കുന്നതായിട്ടാണ്. ബൃഹത്സംഹിതയിൽ കമന്ന് കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കവന്ന് കിടന്നാലും മലർന്ന് കിടന്നാലും തലയ്ക്കും കാലിനും വ്യത്യാസമില്ല. തല ഈശാനുമൂലയിലാണ്, കാല് കന്നിമൂലയിലാണ്. പക്ഷെ കൈകൾ ഇപ്പം കമന്നാണ് കിടക്കുന്നതെങ്കിൽ വലത് കൈ സൗത്ത് ഈസ്റ്റ് വരും, ഇടത് കൈ നോർത്ത് വെസ്റ്റ് വരും. അതായത് വലത് കൈ അഗ്നിമൂലയിലും ഇടത് കൈ വായുമൂലയിലും. അതേസമയം മലർന്നാണ് കിടക്കുന്നതെങ്കിൽ നേരെ തിരിഞ്ഞു വരും. പിന്നെ ഈശാനുമൂലയിലുള്ള തലയും പാദങ്ങൾ കന്നിമൂലയാണെങ്കിൽ മലർന്നാണ് കിടക്കുന്നെങ്കിൽ ഇടത് കൈ ആയിരിക്കും അവിടെ അഗ്നിമൂല വരുന്നത്, വലത് കൈ വായുമൂലയിലും ആയിരിക്കും. അപ്പോൾ ആ കൈകളുടെ ഇത് മാറും, പക്ഷെ തലയും കാലും അപ്പോൾ സെയിം ആയിരിക്കും. അപ്പം ഇങ്ങനെ രണ്ടു വിധത്തിലും വാസ്തുഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് കവന്ന് കിടക്കുന്നതായിട്ടാണ്. ഈ ബൃഹത്സംഹിതയിലൊക്കെ പറഞ്ഞ പോലെ കവന്ന് കിടക്കുന്നതായിട്ടാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഉള്ളത്. ഇത് നോക്കുക, ഇവിടെ ഒരു പ്ലോട്ട്, ഇതൊരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിൻ്റെ ഇപ്പം പിന്നെ ഈസ്റ്റും സൗത്തും, സൗത്ത് ഈസ്റ്റ് ഇല്ല, സൗത്ത് ഈസ്റ്റ് ഒരു കട്ടിങ് ആണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതില് വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത്, നോർത്ത് ഈസ്റ്റിലെ തലയും താഴെ സൗത്ത് വെസ്റ്റ് കാലുമായിട്ട് വരുമ്പോൾ വലത് കൈ ഇല്ല എന്നാണ് ഇവിടെ വരുന്നത്. അതായത് വാസ്തുപുരുഷന് വലത് കൈ ഇല്ല. സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ കട്ടിങ് വന്നാൽ അതിന് നമ്മൾ പറഞ്ഞ വാസ്തുപുരുഷൻ അവിടെ ശയിക്കുകയാണ്, പക്ഷെ വലത് കൈയുടെ ഭാഗം ഇല്ല. അപ്പോൾ വലത് കൈ ഇല്ല. അങ്ങനെ വലത് കൈ ഇല്ലാതെ വന്നാൽ, ബൃഹത്സംഹിതയിൽ പറഞ്ഞത് വാസ്തുപുരുഷന് വലത് കൈ ഇല്ലാതെ വന്നാൽ സാമ്പത്തിക നഷ്ടവും സ്ത്രീകൾ മുഖേന കഷ്ടതകളും ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ടാവും. സ്ത്രീകൾ മുഖേന കഷ്ടതകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ സ്ത്രീകൾ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പേരുദോഷം ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സ്ത്രീകൾ മുഖേന ഉള്ളവർക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നതാണ്. ഇതാണ്
വാസ്തുപുരുഷ അംഗഹീനത്വം എന്ന് പറഞ്ഞതാണ്, ഒരു അംഗങ്ങളില്ല, ഇപ്പൊ വലുതുകയില്ല എന്നാണുള്ള ഇതാണ് ഇത് പറയുന്നത്. ഇനി അടുത്തത് ഇത് നോക്കി, ഇത് വായുമൂലയുടെ ഭാഗത്ത് കട്ടിങ് ആണ്, അതായത് നോർത്ത് വെസ്റ്റിലാണ് കട്ടിങ് ഉള്ളത്. അതായത് കമന്ന് കിടക്കുമ്പോൾ ഇടതുകൈയില്ല, വാസ്തുപുരുഷന് ഇടതുകൈയില്ല. അംഗഹീനത്വത്തില് വാസ്തുപുരുഷന് ഇടതുകൈയില്ലെങ്കിൽ അവിടെയും ധനനഷ്ടം ഉണ്ടാവും. മറ്റേ ആദ്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ധനനഷ്ടം ഇവിടെ ഉണ്ടാവും. പക്ഷെ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവുന്നതാണ്. ഭക്ഷണത്തിന് ക്ഷാമം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനില്ല എന്നുള്ളതല്ല ശരി ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നമുക്ക് നല്ല ആഹാരം, പലപ്പോഴും ഇപ്പോഴത്തെ ആഹാരം നമുക്കറിയാം, ഹോട്ടലൊക്കെ പോയി കഴിക്കുന്നതിനകത്തൊക്കെ ഒരുപാട് മോശമായ ആഹാരങ്ങളും അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായ ആഹാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. വീട്ടിൽ നല്ല ആഹാരം കഴിക്കാനുള്ള, നല്ല ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഭക്ഷണത്തിന് ധനനഷ്ടവും ഭക്ഷണത്തിന് ക്ഷാമമാണ് വാസ്തുപുരുഷന് ഇടതുകൈയില്ലെങ്കിൽ. ഇനി അടുത്തത് വാസ്തുപുരുഷന് തലയില്ല. ഇവിടെ നോർത്ത് ഈസ്റ്റാണ് കട്ടി, ഇവിടെ തലയില്ല. മറ്റേ രണ്ട് കൈകളായിരുന്നു, ഇപ്പൊ ഇവിടെ വാസ്തുപുരുഷന് തലയില്ല. വാസ്തുപുരുഷന് തലയില്ലെങ്കിൽ എല്ലാ ഗുണങ്ങളും ഇല്ലാതാകുന്നതാണ്. എന്തൊക്കെ ഗുണങ്ങളാണോ ഒരു മനുഷ്യന് വേണ്ടത് ആ ഗുണങ്ങളൊന്നും ഇല്ലാതാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നിർഗുണനായി മാറുന്നുള്ളതാണ്. അത് നോർത്ത് ഈസ്റ്റ് തലയില്ലെങ്കിൽ. അതുപോലെ ഇതിപ്പോ നോക്കുക, പാദങ്ങളില്ല, സൗത്ത് വെസ്റ്റ് ഇല്ല, തെക്ക് പടിഞ്ഞാറ് പാദങ്ങളില്ല. അപ്പോൾ പാദങ്ങൾ ഇത് ഏറ്റവും ദോഷമായിട്ടുള്ള ഇത് ഈ പാദങ്ങളില്ലാതെ വരുന്നതാണ്. ഈ മിസ്സിംഗ് കോർണർ എന്ന് പറയുന്നത്, ഇത് ഇംഗ്ലീഷിൽ ഇതിന് മിസ്സിംഗ് കോർണർ ആണ് സാധാരണ പറഞ്ഞത്, മലയാളത്തിൽ അപൂർണമായ മൂല എന്ന് പറയും. ഇപ്പൊ ഇത് സൗത്ത് വെസ്റ്റിലാണ് ഈ കട്ടിങ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കട്ടിങ് വന്നു കഴിഞ്ഞാൽ പാദങ്ങളില്ലാതെ വന്നാൽ അവിടെ ഏറ്റവും ദോഷകരമായിട്ടുള്ള അപൂർണത ഇതാണ്, പാദങ്ങളില്ലാതെ വരിക. അപ്പൊ അതിന് ആൺകുട്ടികൾ മരിക്കും, വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും, സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇത് മൂന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ ആൺകുട്ടികൾ ഉണ്ടാകാതിരിക്കുകയോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മരിക്കുകയോ, അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും അവിടെ ഈ സൗത്ത് വെസ്റ്റ് കട്ടിങ് വരുമ്പോൾ. അത് വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് ആരോഗ്യവും എല്ലാ അസുഖങ്ങളും ഒക്കെ വന്ന് ആരോഗ്യമൊക്കെ വളരെ മോശമാവും. നമ്മൾ ആദ്യം സൗത്ത് ഈസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ ഇതിനും വരും. സൗത്ത് ഈസ്റ്റ് അതായത് വലുതുകയില്ലെങ്കിൽ സ്ത്രീകൾ മുഖേന പ്രയാസം അനുഭവിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതേ ഇതിനുമുണ്ട്. അത് 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ദോഷമായിട്ട് പറയുന്നത്. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം കട്ടിങ് ഉണ്ടെങ്കിൽ, വീടിനായാലും ശരി പ്ലോട്ടിനായാലും ശരി. ആൺകുട്ടികൾ, ഇതിപ്പോൾ നമ്മൾ പ്ലോട്ടിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷേ വീടിനും സെയിം എഫക്റ്റ് ഉണ്ടാവും. ആൺകുട്ടികൾ മരിക്കും, വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും, സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇതാണ് പാദങ്ങൾ, വാസ്തുപുരുഷന് പാദങ്ങളില്ലാത്ത പക്ഷം ഉണ്ടാകുന്ന കാര്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ ബൃഹസംഹിതയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബൃഹസംഹിതയിൽ അംഗഹീനത്വം, വാസ്തുപുരുഷന്റെ അംഗഹീനത്വം എന്ന് പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നതായിരിക്കും. അടുത്ത ഭൂപരീക്ഷണം. നേരത്തെ തന്നെ പറഞ്ഞു ഭൂപരീക്ഷണം ഇതുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ ഗുണദോഷങ്ങൾ പരീക്ഷിച്ചായിരുന്നു. ഇപ്പം ഞാൻ ഇത് ഭൂപരീക്ഷണത്തെ പറ്റി നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ് ആദ്യത്തെ. അതായത് ഇപ്പൊ ഈ ഭൂപരീക്ഷണം ശരിക്ക് ഇന്നിപ്പോൾ നമ്മൾ, അതായത് അതിന് മോഡേൺ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഭൂമി വീട് വയ്ക്കാൻ അനുയോജ്യമാണോ, അല്ലെങ്കിൽ അതിന് ഫൗണ്ടേഷൻ, ഏത് ഭൂമിയിൽ ഇപ്പൊ വീട് വെക്കാം അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ അത് പൈൽ ഫൗണ്ടേഷൻ ആണോ, റിംഗ് ഫൗണ്ടേഷൻ ആണോ, അതല്ല കരിങ്കല്ലിട്ടോ ചെയ്താൽ മതിയോ, അങ്ങനെ ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ ശരിക്കും അത് കറക്റ്റായിട്ട് വേണമെങ്കിൽ എവിടെയാണോ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പല ഡെപ്തിലുള്ള മണ്ണ് അവിടെ നിന്ന് എടുക്കും. അത് സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ അറിയിച്ച് അവർ തന്നെ സാധനങ്ങളുമായിട്ട് വന്ന് അവർ തന്നെ പല ഡെപ്തിലുള്ള മണ്ണെടുത്ത് അവര് ലാബിൽ കൊണ്ടുപോയി, സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അവര് നേരെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആ റിസൾട്ട് വെച്ചിട്ട് അവർക്ക് അതിനുള്ള ടെക്നിക്കൽ നോഹോ വെച്ചിട്ട് ഇതിന് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണം, എത്ര ആഴത്തിലുള്ള ഫൗണ്ടേഷൻ വേണം, ആ ഡീറ്റെയിൽസും പൈൽ ഫൗണ്ടേഷൻ വേണോ, റിംഗ് ഫൗണ്ടേഷൻ വേണോ, അതല്ല സാധാരണ ഫൗണ്ടേഷൻ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇന്ന് അതിനൊക്കെ പ്രത്യേക മോഡേൺ ടെക്നോളജിയിൽ അതിനൊക്കെ വേറെ ഇതുണ്ട്. അപ്പം ഇത് ശരിക്കും ഭൂപരീക്ഷണം ഇപ്പോഴും അധികം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും അതിന്റെ പ്രസക്തി ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ 6 വിധത്തിലുള്ള ഭൂപരീക്ഷണങ്ങളാണ് വാസ്തുശാസ്ത്രി പറയുന്നത്. ഭൂമിയുടെ ഗുണദോഷങ്ങൾ പരിശോധിക്കാനായിട്ട് 6 പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, അതായത് 72 സെന്റിമീറ്റർ നമുക്ക് നമ്മളിനി ഒരു കോല്, അങ്കുലം അതിനെപ്പറ്റിയൊക്കെ പഠിക്കും.
ഇപ്പം മെഷർമെന്റും അതിന്റെ ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പം നമ്മൾ 72 സെന്റിമീറ്റർ ആണ് ഒരു കോൽ. കോൽ എന്ന് പറയുന്നത് കോല അങ്കുലം എന്നൊക്കെ പറയുന്നതാണ് വാസ്തുശാസ്ത്രത്തിലെ ശരിക്കും പിന്നെ നമ്മൾ അളവിന് ഉപയോഗിക്കുന്ന പിന്നെ അതാണ്. അപ്പൊ അത് 72 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോലാണ്. അപ്പൊ അങ്ങനെ ഒരു കോൽ നീളം, ഒരു കോൽ വീതി, ഒരു കോൽ ആഴം. 72 സെന്റിമീറ്റർ 72 സെന്റിമീറ്റർ എഴുതുന്നത്. അപ്പം 72 സെന്റിമീറ്റർ നീളവും 72 സെന്റിമീറ്റർ വീതി സമയതരമായിട്ടുള്ള താഴോട്ട് 72 സെന്റിമീറ്റർ താഴ്ചയുള്ള ഒരു കുഴി. ആ എവിടെയാണോ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് അങ്ങനെ കുഴി എടുക്കണം. കുഴി എടുത്തിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം നിറയ്ക്കണം. കുഴിയിൽ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് നമ്മളൊരു 100 അടി നടന്നിട്ട് തിരിച്ചു വന്ന് നോക്കണം. 100 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 12 ഇഞ്ച് ഒരടി എന്നുള്ള ആ അടിയല്ല ഉദ്ദേശിക്കുന്നത്, സ്റ്റെപ്പ് എന്നുള്ളേ ഉള്ളൂ. 100 സ്റ്റെപ്പ്. നമ്മൾ ജസ്റ്റ് സാധാരണ ഒരുപാട് സ്പീഡിലും അല്ല, തീരെ പതുക്കെയല്ല, സാധാരണ നടക്കുന്ന പോലെ ഒരു 100 സ്റ്റെപ്പ് ഏതെങ്കിലും ഡയറക്ഷനിൽ വെക്കുക. തിരിച്ചു ആ 100 സ്റ്റെപ്പ് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് നോക്കുമ്പം ആ വെള്ളം ഏതാണ്ട് അതേ ലെവലിൽ തന്നെ ആൾമോസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ആ ഭൂമി വളരെ നല്ല ഉറപ്പുള്ള ഭൂമിയാണ്, നല്ലതാണ്. അതേസമയം ഒട്ടും വെള്ളം ഇതിനകത്തില്ലാന്നിരിക്കട്ടെ. കംപ്ലീറ്റ് ഇത്രയും ഈ 100 അടി നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വെള്ളവും അതിനകത്ത് പോയി ഒട്ടും വെള്ളം ബാക്കിയില്ലെങ്കിൽ അത് തീരെ ഉറപ്പില്ലാത്ത ഭൂമിയാണ്, വളരെ മോശം ഭൂമിയാണ്, അത് പിന്നെ അധമമായ ഭൂമിയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അത് ഞാൻ അതിനകത്ത് ഗുണം അറിയാൻ വേണ്ടിയിട്ട് ബാക്കി അതിനകത്ത് വെള്ളം ചിലപ്പം മുഴുവനല്ല, ഒരു 1/4 ഭാഗം വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അത് ആ എത്ര വെള്ളം കുറഞ്ഞു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു കമ്പോ എല്ലാം വെച്ച് അതിന്റെ ഹൈറ്റ് നോക്കിയിട്ട് എത്ര സെന്റിമീറ്റർ കുറഞ്ഞു. 72 സെന്റിമീറ്റർ ആദ്യം വെള്ളം ഉണ്ടായിരുന്നത്, അതിന് ചിലപ്പോൾ 10 സെന്റിമീറ്റർ കുറഞ്ഞിരിക്കട്ടെ. അപ്പൊ 62 സെന്റിമീറ്റർ നോക്കി അറിയാം. അപ്പൊ അങ്ങനെ എത്ര സെന്റിമീറ്റർ കുറഞ്ഞു അതനുസരിച്ച് നമുക്ക് ഭൂമിയുടെ കാഠിന്യം അല്ലെങ്കിൽ ഗുണത്തെ അല്ലെങ്കിൽ അതിന്റെ ഉറപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പകുതി 50% വരെ കൊണ്ട് കുഴിയുടെ പകുതി വെള്ളമുണ്ട്, ബാക്കി പകുതി പോയെങ്കിൽ അത് 50% ഉറപ്പുള്ള ഭൂമിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഭൂമിയുടെ ഉറപ്പിനെ പറ്റി ഈ പരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ഭൂപരീക്ഷണങ്ങളിൽ ഒന്നാമത്തത്. രണ്ടാമത്തതും ഇതുപോലെ തന്നെ പിന്നെ കുഴിയെടുക്കണം. ആ കുഴിയിൽ രാത്രിയിൽ വെള്ളം നിറയ്ക്കണം. രാത്രി ഞാൻ ഉദ്ദേശിച്ച ഒരു 10 മണിയൊക്കെ ആകും. അത് ഇത് മഴക്കാലത്തും അല്ല വേനൽക്കാലത്ത് ചെയ്യേണ്ട ഒരു പരീക്ഷണമാണ്. മഴക്കാലത്ത് ചെയ്താലോ അല്ലെങ്കിൽ ഈവൻ വലിയ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ചെയ്താലോ ഇത് ശരിയാവില്ല. കുറച്ച് ഡ്രൈ ക്ലൈമറ്റ് ഒക്കെ ഉള്ള, പകലൊക്കെ നല്ല ചൂടൊക്കെ ഉള്ള അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു ഇതാണ്. അത് രാത്രിയിൽ ഇത് വെള്ളം നിറയ്ക്കണേ കുഴിയിൽ. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് 10 മണിക്കൂർ വെള്ളം നിറച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ 8 മണിക്കൂറാവും. അപ്പം രാത്രി 10 മണിക്ക് വെള്ളം നിറച്ചിട്ട് രാവിലെ 6 മണിക്കൂർ നോക്കുക. നോക്കുമ്പോൾ ആ പിന്നെ തൊട്ട് നോക്കുമ്പോൾ നനവുണ്ടെങ്കിൽ, ആ കുഴിയുടെ സൈഡിൽ നനവുണ്ടെങ്കിൽ അത് നല്ല ഭൂമിയാണ്. നനവില്ല, വളരെ ഡ്രൈ ആയിട്ടിരുന്നാൽ അത് മോശമാണെന്നാണ്. അതാണ് രണ്ടാമത്തെ പരീക്ഷണം. രാത്രിയിൽ വെള്ളം നിറച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ രാവിലെ ഉദ്ദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒട്ടും വെള്ളമില്ല, വെള്ളം കാണില്ല, ഒരു പകൽ മുഴുവൻ കിടന്ന ആ വെള്ളം മണ്ണിലേക്ക് പോകും. പക്ഷെ തൊട്ട് നോക്കുമ്പോൾ അത് നനവ് കാണും. ആ നനവുണ്ടെങ്കിൽ അത് നല്ല ഭൂമിയാണ്, നനവില്ല ഡ്രൈ ആണെങ്കിൽ അത് മോശം ഭൂമിയാണ്, അധമമാണ്. അതാണ് രണ്ടാമത്തെ പരീക്ഷണം. ഈ മൂന്നാമത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതും കുഴി അതുപോലെ തന്നെ ഈ മുകളത്തെ രണ്ടിനും 72 സെന്റിമീറ്റർ 72 സെന്റിമീറ്റർ കുഴി, 72 സെന്റിമീറ്റർ സ്ക്വയറും താഴ്ച 72 സെന്റിമീറ്റർ. ഈ ആദ്യത്തെ 1-ലും 2-ലും കുഴി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ മൂന്നാമത്തേൽ ഈ അളവൊക്കെ ഇത് തന്നെ. പക്ഷെ കുഴി എടുക്കേണ്ടത് പാരലൽ ടു ദി കാർഡിനൽ ഡയറക്ഷൻ. അതായത് ആ കുഴിയുടെ 2 വശം തെക്ക് വടക്ക് സമാന്തരമായിരിക്കണം, മറ്റേ 2 വശം കിഴക്ക് പടിഞ്ഞാറ് സമാന്തരമായിരിക്കണം. അതായത് നമ്മുടെ ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള കുഴിയായിരിക്കണം. ആ കുഴിയുടെ വശങ്ങൾ കറക്റ്റ് ദിശയ്ക്ക് സമാന്തരമായിരിക്കണം മൂന്നാമത്തെ പരീക്ഷണത്തിൽ. മറ്റേതും അങ്ങനെയാകാം. ഇപ്പൊ മറ്റേ ആദ്യത്തെ രണ്ടാമത്തും ദിശയ്ക്ക് ആകാൻ പാടില്ലെന്നൊന്നുമില്ല. അത് പക്ഷെ ദിശയാകാൻ നിർബന്ധമില്ല. പക്ഷെ മൂന്നാമത്തെ ദിശയ്ക്ക് സമാന്തരമായിട്ടായിരിക്കണം കുഴിയുടെ വശങ്ങൾ. അതായത് കുഴി ദിശയ്ക്ക് അഭിമുഖമായിട്ടായിരിക്കണം. അപ്പൊ അതില് നമ്മൾ ഈ തുമ്പപ്പൂ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന എന്തെങ്കിലും കുറച്ച് പൂ അതിനകത്ത് ഇങ്ങനെ വിതറണം. വിതറിയിട്ട് അത് പക്ഷേ നിറച്ച വെള്ളം എടുക്കാൻ പാടില്ല. ഒരു 4-5 സെന്റിമീറ്റർ, ഒരു 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ താത്ത് വേണം വെള്ളം നിറയ്ക്കാൻ. കാരണം അല്ലെങ്കിൽ നിറച്ചാണെങ്കിൽ നമ്മൾ ഈ പൂവൊക്കെ ഇടുമ്പോൾ കാറ്റിന്റെ വെളിയിലത്തെ കാറ്റിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ കുറച്ച് താത്തിട്ട് അകത്ത് വലിയ കാറ്റ് വരില്ല, വെളിയിൽ കൂടെ ഉള്ള കാറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് 5-6 സെന്റിമീറ്റർ കുറച്ച് വേണം വെള്ളം ഒഴിക്കാൻ. അതിലോട്ട് കുറച്ച് തുമ്പപ്പൂ എന്തെങ്കിലും അതുപോലെ ഇടുക. തുമ്പപ്പൂ ഇട്ട് കുറച്ചു നേരം വാച്ച് ചെയ്യുക. കുറച്ചു നേരം വാച്ച് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പൂക്കൾ പതുക്കെ അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അനങ്ങുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിലായിരിക്കും.
അപ്പൊ അനങ്ങുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഈ പൂവുകൾ പോകുന്നത് അതോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ നോക്കണം. കാരണം അടിയിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത് ഉത്തമ ഭൂമിയുടെ ഇതാണ്. പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത് ഉത്തമമാണ്, അപ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത് പിന്നെ അധമമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ തുമ്പപ്പൂ പ്രദക്ഷിണമായി ഇവിടുത്തെ വെള്ളം കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ ആ പൂവും പോവും. പൂവിനെ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേ ഡയറക്ഷനിൽ പൂവ് ചലിക്കും. അപ്പം അടിയിലത്തെ വെള്ളം പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണ് ഭൂമിക്ക് അടിയിലുള്ള വെള്ളം നീരുറവയിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ ഈ വെള്ളവും പോവും. ആ വെള്ളത്തിന് തമ്മിൽ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഏത് ഡയറക്ഷനിലാണോ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം ഒഴുകുന്നത് അതേ ഡയറക്ഷനിൽ ഇതും ഈ കുഴിക്കകത്തുള്ള വെള്ളവും കറങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഈ പൂവിനെ നോക്കിയിട്ട് ഈ പൂക്കൾ പ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ ഭൂമി ഉത്തമമാണ്, അപ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ ഭൂമി അധമമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഈ പരീക്ഷ കൊണ്ട് സാധിക്കും. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കറങ്ങിയിട്ട് എവിടെങ്കിലും ഒരു സൈഡിലൊക്കെ വന്ന് അടിയും. ആ സൈഡിൽ വന്ന് അടിയുന്നത് വശങ്ങൾ 4 വശങ്ങളിലായി കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറുള്ള വശങ്ങളിലാണ് വന്ന് അടിയുന്നതെങ്കിൽ നല്ലതാണ്. മൂലകളിലാണ് അടിയുന്നതെങ്കിൽ ദോഷമാണ്, നല്ലതല്ല. ആ ഭൂമി നല്ലതല്ലെന്നാണ്. ആ പൂവിനെ കറങ്ങിയിട്ട് വന്ന് സ്റ്റില്ലായിട്ട് കറങ്ങാതെ ഏതെങ്കിലും ഇങ്ങനെ കൂടി അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ കിടക്കുന്നത് കൂടുതലും വശങ്ങളിലാണെങ്കിൽ നല്ലതാണ്, മൂലകളിലാണെങ്കിൽ മോശമാണ്. പിന്നെ അതുപോലെ ഈ പൂ താന്നു പോയാലും നല്ലതല്ല, ഭൂമി അങ്ങ് അടിയിലൂടെ താന്നു പോയാലും നല്ലതല്ല. ഇതൊക്കെ ഈ 3ാമത്തെ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ പിന്നെ 4ാമത്തത് കുഴിയിൽ നിന്നും എടുത്ത മണ്ണ് തിരിച്ചു കുഴിയിലിടുക. അതായത് നമ്മൾ അവിടെ ഒരു എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഷീറ്റ് പിന്നെ താഴെ വിരിക്കുക. ഒരു ഷീറ്റ് മറ്റേ വിരിച്ചിരിക്കുന്ന ഷീറ്റ് വിരിക്കുന്ന കാര്യം ആ ഭൂമിയിലുള്ള മണ്ണും ഈ നമ്മൾ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണും തമ്മിൽ മിക്സ് ആവാതിരിക്കാനാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും ഷീറ്റ് ടാർപ്പാളിനോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് താഴെ വിരിച്ചിട്ട് കുഴിയിൽ ഒരു ഇപ്പം 72 ആ അളവ്, അത് ഇവിടെ ആ അളവ് മതി. 72 സെന്റിമീറ്റർ നീളം, 78 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ താഴ്ച. അവിടെയുള്ള മണ്ണിങ്ങനെ എടുത്തിട്ട് ഈ ടാർപ്പാളിലോട്ട് ഇട്ടാണ് മറ്റേ മണ്ണുമായിട്ട് മണ്ണിട്ടിട്ട് അത് കംപ്ലീറ്റ് ഇട്ടിട്ട് കഴിഞ്ഞ ശേഷം ഈ മണ്ണ് തിരിച്ചെടുത്ത് കുഴിക്കാത്തിടണം. അപ്പം കറക്റ്റ് ആ മണ്ണ് തന്നെ വീഴാൻ വേണ്ടിയാണ് ടാർപ്പാളിൽ ഇട്ടിട്ട് വെച്ചാൽ അത് കറക്റ്റായിട്ട് അത് തന്നെ കിട്ടും. അത് തിരിച്ചിടുമ്പോൾ മണ്ണ് അധികം വന്നാൽ അവിടുത്തെ ഭൂമി വെള്ളം നല്ലതാണ്. അതേസമയം ഇത് മുഴുവൻ ഇട്ടിട്ടും കുഴി നിറയാതെ വന്നു, കുഴിയുടെ ഒരു കുറെ താഴ്ന്നു കിടക്കുകയാണ്, ആ ലെവലിലായപ്പോൾ കുഴി നിറയാതെ വന്നാൽ അത് അധമ ഭൂമിയാണെന്നും കറക്റ്റ് ലെവലിൽ നിന്നാൽ മധ്യമമാണെന്നുമാണ്. കറക്റ്റ് തിരിച്ചിട്ടപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ വന്നു നിന്നു. അപ്പോൾ അത് മധ്യമമാണ്. മണ്ണിട്ടിട്ട് അധികം മണ്ണ് വന്നാൽ ഉത്തമവും, മണ്ണ് തികയാതെ വന്നാൽ അധമവും. അപ്പൊ അത് ആണ് ഈ 4ാമത്തെ പരീക്ഷണം. അത് ക്ലിയർ ആയി കാണുന്നതായിരിക്കും. ഞാൻ ഇത് കുഴിയിൽ നിന്ന് എടുത്ത മണ്ണ് തിരിച്ചിടുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൽ കിട്ടും. കുഴിയിൽ നിന്നും എടുത്ത മണ്ണ് തിരിച്ച് കുഴിയിലിടുക. അതിൽ 5ാമത്തത് 4 ഇടങ്ങഴി മണ്ണ്. ഇടങ്ങഴി ഇപ്പം ഒരിടങ്ങഴി 4 നാഴിയാണ്. നാഴി പിന്നെ ഉണ്ട്. 4 ഇടങ്ങഴി 10 ഇടങ്ങഴിയാണ് ഒരു പറ. അപ്പൊ ഇപ്പൊ ആ ഇടങ്ങഴി ഒന്നും ഇപ്പൊ അങ്ങനെ ഇല്ല. ഇത് ഒരു 4 ഇടങ്ങഴി മണ്ണെടുത്തത് അളന്ന് നോക്കി അതെടുത്ത് തൂക്കി നോക്കിയാൽ 4.54 കിലോഗ്രാം ഉണ്ടെങ്കിൽ അത് വളരെ ഉത്തമമായ മണ്ണാണ്. ഉത്തമമായ മണ്ണിന് 4 ഇടങ്ങഴി മണ്ണിന് 4.54 കിലോഗ്രാം വെയിറ്റ് കാണും. അപ്പൊ അത് ഉത്തമം. അപ്പൊ ആ വെയിറ്റ് കൂടുതലാണോ കുറവാണോ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അവസാനത്തെ 6ാമത്തെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി കലപ്പോണ്ടോ എന്തെങ്കിലും ഉഴുതിട്ട് അതിൽ പലതരത്തിലുള്ള ബീജങ്ങൾ, അതായത് വിത്തുകൾ ഇടണം. പലതരത്തിലുള്ള വിത്തുകൾ ഇടുമ്പോൾ ആ വിത്തുകൾ 3 ദിവസം കൊണ്ട് തന്നെ മുള വന്നു തുടങ്ങിയാൽ അത് ഉത്തമ ഭൂമിയാണെന്നാണ്. അത് പെട്ടെന്ന് മുളയ്ക്കുന്ന ഭൂമി, നല്ല നമ്മൾ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് മുളയ്ക്കുന്നത്, വിത്തിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്നത് ഉത്തമ ഭൂമിയാണെന്നും വിത്തിട്ടാൽ താമസിച്ച് മുളയ്ക്കുന്നത് മാത്രം നല്ലതല്ല നമ്മൾ ബന്ധപ്പെടും. ഇവിടെയും അതുപോലെ വിത്തിട്ടിട്ട് നമ്മൾ നോക്കും 3ന്റെ അന്ന് അതിന്റെ മുള വന്നു തുടങ്ങിയാൽ ഉത്തമ ഭൂമിയാണ്. 4ന്റെ അന്നാണ് മുള വരുന്നതെങ്കിൽ അത് മധ്യമമായ ഭൂമിയാണ്. 5ന്റെ അന്നേ മുള വരുന്നെങ്കിൽ അത് അധമമായ ഭൂമിയാണ്. അതാണ് അതിന്റെ ഈ ഭൂമി കലപ്പ കൊണ്ട് ഉഴുതിട്ട് വിവിധ പിന്നെ തരത്തിലുള്ള വിത്തിട്ടാൽ 3ന്റെ അന്ന് മുളച്ചാൽ ഉത്തമം, 4ന്റെ അന്ന് മുളച്ചാൽ മധ്യമം, 5ന്റെ അന്ന് മുളച്ചാൽ അധമം എന്നാണ് ആ ഭൂമിയെ പറ്റി പറയുന്നത്. ഇത്രയാണ് ഭൂപരീക്ഷണങ്ങൾ. അറിഞ്ഞിരിക്കുക. പിന്നെ സംശയം വേണ്ട കാര്യമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. 3, 5 എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ടാണെങ്കിൽ 3 ദിവസം കൊണ്ട് മുളച്ചാൽ ഉത്തമം. 5 ദിവസം അല്ല, 3, 4, 5 നല്ല ശരിക്കും പറഞ്ഞു. 3, 5 ആയിരുന്നാണ് ഈ തെറ്റിപ്പോയതാണ്. 3 ദിവസം കൊണ്ട് മുളച്ചാൽ ഉത്തമം, 5 ദിവസം കൊണ്ട് മുള വന്നാൽ മധ്യമം, 7 ദിവസമായിട്ട് മുള വന്നു കഴിഞ്ഞാൽ അധമം എന്നാണ്. 3, 5, 7 എന്നാണ്.
4-5 എന്നല്ല. ഓക്കെ, കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഫലഭൂയിഷ്ടമാണോ അല്ലെങ്കിൽ ചെടികളൊക്കെ വളർന്ന സ്ഥലമാണെന്നൊക്കെ എല്ലാം നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലയിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജലലഭ്യതയും പിന്നെ ഉഷ്ണവും അതെല്ലാം ചൂടും ഒക്കെ അനുസരിച്ച് 3 തരത്തിൽ ഭൂമിയെ വിഭജിച്ചിട്ടുണ്ട്. അത് ജാങ്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുപ്രദേശമാണ്. ഒട്ടും ജലലഭ്യതയില്ല, തീരെ ജലലഭ്യത കുറവും, നല്ല ചൂടും വെയിലും, പിന്നെ വെള്ളം വേറെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മരുപ്രദേശമാണ് ജാങ്കലം. അത് കഴിഞ്ഞിട്ട് അനൂപമുണ്ട്. അനൂപം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജലലഭ്യതയുള്ളത്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാണ് അനൂപം. ഇതിന്റെ നേരെ എതിരെയുള്ളത് ജാങ്കലത്തിന് നേരെ എതിരെയാണ്. ജാങ്കലം ഒട്ടും ഫലഭൂയിഷ്ടമല്ല ഭൂമി, ഒന്നും അവിടെ കിളുക്കില്ല, കാരണം വെള്ളമില്ല, മരുപ്രദേശമാണ്. അനൂപം എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ ഭൂമി, നല്ലപോലെ പിന്നെ ചെടികളും മരങ്ങളും ഒക്കെ വളരുന്ന ഭൂമിയാണ് അനൂപം. അത് ജലലഭ്യതയുള്ള, നല്ല കാലാവസ്ഥയുള്ള, ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന സ്ഥലമാണ് അനൂപം. പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളതാണ് സാധാരണം. അതായത് വലിയ ഇത് ഒരു അനൂപത്തിന്റെ അടുത്ത് ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്നതെന്ന് പറയാൻ ഒക്കില്ല, എന്നാൽ ഒട്ടും ഇല്ലാത്തതല്ല. അങ്ങനത്തെ ഇടയ്ക്കുള്ളത് സാധാരണം എന്ന് പറയും. അത് മധ്യമമാണ്, സാധാരണം. അപ്പം ജാങ്കലം, അനൂപം, സാധാരണം. ജാങ്കലവും അനൂപവും കൂടി ഇടകലർന്ന ഭൂമി ആണ് സാധാരണം. ഇത് ക്ലിയറായി വിചാരിക്കുന്നു. അടുത്തത് ചില അലിഖിത നിയമങ്ങൾ. സാധാരണ നമ്മൾ പഠിക്കുന്ന പലതും ലിഖിതമായ പഴയ ആചാര്യന്മാരും ഒക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പുസ്തകങ്ങളിലും ഒക്കെ വഴി കൂടെ ഒക്കെ ലിഖിതമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചില അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുസ്തകങ്ങളിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നതല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒന്ന്, ഇപ്പം നമുക്ക് പിന്നെ നമ്മൾ അനർഹമായി സമ്പാദിച്ച സ്ഥലത്ത്, ഇപ്പോൾ നമുക്ക് പലർക്കും അറിയാം, നമുക്ക് അർഹതയില്ലാത്ത സ്ഥലം നമ്മൾ ചിലപ്പം പിന്നെ ചില അങ്ങനെ വെട്ടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു അർഹതയില്ല, പക്ഷെ അവര് പിന്നെ സമ്പത്തിലുള്ള കൊതി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ലാഭമൊക്കെ നിശ്ചയിച്ചിട്ട് അവരുടേതല്ലാത്ത ഭൂമി അവർ ചിലപ്പോൾ കൈയടക്കാതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ അർഹിക്കാത്ത ഭൂമി കൈയടക്കി വെച്ചാൽ 100% വാസ്തു അനുസരിച്ച് അവിടെ വീട് വെച്ചാലും അവിടെ ദോഷഫലം ഉണ്ടാകും. അങ്ങനെയുള്ളിടത്ത് വീട് വയ്ക്കാൻ പാടില്ല. അതായത് അനർഹമായി സമ്പാദിച്ച സ്ഥലത്ത് വീട് വയ്ക്കാൻ പാടില്ലെന്നാണ്. ഒന്നാമത്, ന്യായമായി ആർജിച്ച ഭൂമിയിലെ ഭവനം നിർമ്മിക്കാവൂ. അന്യായമായിട്ട് നമ്മൾ ഏതെങ്കിലും ഭൂമി ആർജിക്കുകയാണെങ്കിൽ അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അത് എന്തൊക്കെ 100% വാസ്തുപ്രകാരം വീടും എല്ലാം ചെയ്താലും ഭൂമിയെല്ലാം കറക്റ്റ് ചെയ്തും എല്ലാം ചെയ്താലും ശരി, അവിടെ ദോഷഫലങ്ങൾ ഉണ്ടാകും. ന്യായമായി ആർജിച്ച ഭൂമിയിലെ ഭവനം നിർമ്മിക്കാവൂ. അതാണ് ഒന്നാമത്തെ അലിഖിത നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മളിപ്പോൾ ഒരു ഭൂമി നോക്കാൻ പോകും. ഇപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നു, ഇവിടെ വീട് വയ്ക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മളെ വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ വീട് വയ്ക്കാൻ കൊള്ളാമെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഉടമസ്ഥ ചിലപ്പോൾ അവിടെ കാണും. ഇപ്പോഴത്തെ അയാളുടെ വാങ്ങിക്കാനായിരിക്കും ഈ ഭൂമി നമ്മൾ വീട് വയ്ക്കാനായിട്ട് വാങ്ങിച്ചാൽ ഇവിടെ വീട് വയ്ക്കാൻ കൊള്ളാമോ നമ്മളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി ചിലപ്പം വാസ്തു കൺസൾട്ടൻസി വിളിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെ പോയി അത് നോക്കിയിട്ട് നമുക്കത് ഉപദേശം കൊടുക്കുക, ഇത് കൊള്ളാം, നല്ല സ്ഥലമാണ്, വീട് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് മോശമാണ്, വാങ്ങിക്കണ്ട എന്നുള്ള അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഈ അഡ്വൈസ് കൊടുക്കുന്നത് നമ്മൾ ഇപ്പൊ ബ്രോക്കർമാരും എല്ലാം വഴിയോ അല്ലെങ്കിൽ അവിടുത്തെ വിൽക്കുന്നയാൾ, ആ സ്ഥലം അപ്പോഴത്തെ ഉടമസ്ഥ വിൽക്കുന്നയാൾ, അവരുടെ പ്രസൻസ് നമ്മൾ പറയാൻ പാടില്ല. അത് തിരിച്ചു പോകുന്ന വഴിയിൽ അവരുടെ പ്രസൻസിൽ അതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് ഒരു കമന്റ് പറയാൻ പാടില്ല. അത് കൊള്ളാമെന്നോ മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നും പറയാൻ പാടില്ല. അത് അവരെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങനെ എന്തെങ്കിലും അവരുടെ പ്രസൻസിൽ അല്ലാതെ, ഈ ബ്രോക്കർമാരുടെയും അതുപോലെ കൊടുക്കുന്നയാളുടെയും പ്രസൻസിൽ അല്ലാതെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നമ്മൾ അവർക്ക് പറയാവും. അതൊരു അലിഖിത നിയമമാണ്. ഭൂമി നോക്കുമ്പോൾ കൊടുക്കുന്നയാളും ബ്രോക്കർമാരും ഉണ്ടാകാൻ പാടില്ല, ഇല്ലാതെ വേണം അത് ചെയ്യാൻ. ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാണ്. ഭൂമിയുടെ ഉത്തമ ആകൃതി, ഏറ്റവും ഉത്തമമായ ആകൃതി സമചതുരമാണ്. സ്ക്വയർ പ്ലോട്ടാണ് ഏറ്റവും നല്ലത്. ദീർഘചതുരം നേരത്തെ പറഞ്ഞ് ദീർഘചതുരം തെക്കുവടക്ക് നീളം കൂടിയാൽ നല്ലതാണ്, കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടിയാൽ നല്ലതല്ല. പക്ഷെ ഏറ്റവും ഉത്തമ ആകൃതി എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലോട്ടാണ്. നീളവും വീതിയൊക്കെ തുല്യമായിട്ടുള്ള സമചതുരാകൃതിയിലുള്ള ഭൂമിയാണ് വീട് വയ്ക്കാൻ ഏറ്റവും നല്ലത്.
ദീർഘചതുരമാണെങ്കിൽ തെക്ക് വടക്ക് നീളം കൂടിയിരിക്കണം. അത് നേരത്തെ പറഞ്ഞാണ്, ഒന്നും കൂടെ ഒന്ന് എന്നുള്ളൂ. സമചതുരമാണ് ഏറ്റവും നല്ല ഷേപ്പ്, ആകൃതി. ദീർഘചതുരമാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറുള്ള അളവിനേക്കാൾ തെക്ക് വടക്കുള്ള അളവ് കൂടിയിരിക്കണം. ദണ്ഡാകൃതി പാടില്ല. അത് വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതലോ നീളം പാടില്ല. ഇരട്ടിയിൽ കുറവായിരിക്കണം. ഇപ്പം 1000 സെന്റിമീറ്റർ വീതി ഉണ്ടെങ്കിൽ 2000-ൽ കുറവായിരിക്കണം നീളം. ഭൂമിക്ക് 1000 ഒന്നും പോരാ. പക്ഷേ ഏതായാലും ഭൂമിയുടെ ആ ഒരു വാസ്തുമണ്ഡലമൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ വീതിയുടെ ഇരട്ടിക്കുള്ള നീളം വരാൻ പാടില്ല. ഇത് ഒരു എക്സാമ്പിൾ പോലെ പറയുന്നുള്ളൂ. പലപ്പോഴും ഈ വാസ്തു ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അതായത് അമേരിക്കയിലെ പെൻറ്റഗൺ അമേരിക്കയിലെ ഒരു മെയിൻ ഭരണ സ്ഥിരാകേന്ദ്രമാണ്. നമുക്കറിയാം, പെൻറ്റഗണിലാണ് അവിടെ ഭരണകാര്യങ്ങൾ നടക്കുന്നത്. അത് പെൻറ്റഗൺ ഇരിക്കുന്നത് ഒരു ത്രികോണാകൃതി. അത് ശരിക്കും പറഞ്ഞാൽ ഭൂമി ത്രികോണമൊന്നും ആയിരുന്നില്ല. അവിടെ ത്രികോണാകൃതിയിലൊരു വെളിയിലൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ പെൻറ്റഗൺ ഇരിക്കുന്നത്. അപ്പോൾ ആ പെൻറ്റഗണിന്റെ അതിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂമിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആയത് പിന്നെ അത് ഏതൊരു സമയത്ത് വെച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടുക, അങ്ങനെ ഒരു പല ഇതൊന്നും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പല വിഷമ ഉണ്ടായിട്ടുള്ള അമേരിക്കയ്ക്ക്. അതായത് വക്രബുദ്ധി, ഹൃദയകാഠിന്യം, വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക തുടങ്ങിയ പല ഇത് ഉണ്ടായതൊക്കെ ഈ ത്രികോണാകൃതിയുള്ള ഭൂമിയായി ആയത് പിന്നെയാണെന്നാണ് പൊതുവെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ആ ത്രികോണാകൃതിയുടെ ദോഷമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഗോമുഖിയും വ്യാഘ്രമുഖിയും. ഇത് ഗോമുഖി എന്ന് പറഞ്ഞ്, അതായത് രണ്ട് ഭൂമിയുടെ ഷേപ്പ് അനുസരിച്ചിട്ടുള്ള രണ്ട് ഷേപ്പുകളാണ്. ഒന്ന് ഗോമുഖിയും മറ്റേത് വ്യാഘ്രമുഖി എന്ന് പറയുന്നത്. ഈ ഗോമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവശം വീതി കുറഞ്ഞും പുറവശത്തോട്ട് വീതി കൂടിയും വരിക. ഇപ്പം ആ ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിന് മുൻവശത്ത് പിന്നെ 3000 സെന്റിമീറ്റർ വീതി ഉണ്ടെങ്കിൽ പുറവശത്ത് 3500 സെന്റിമീറ്റർ. അപ്പം മുൻവശത്തേക്കാൾ വീതി കൂടുതൽ പുറവശം. അത് നല്ലതാണ്. അതാണ് ഗോമുഖി എന്ന് പറഞ്ഞാൽ. നേരെ തിരിച്ച് മുൻവശം വീതി കൂടി പുറന്നോട്ട് വീതി കുറഞ്ഞു വരുന്ന ഭൂമി നല്ലതല്ല. അത് വ്യാഘ്രമുഖി എന്ന് പറയും. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഗോമുഖി തന്നെ, അതായത് മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടിയും വരുന്നത് ഈ മുൻവശം പടിഞ്ഞാറോട്ടാണ്. ഈ പടിഞ്ഞാറ് വശവും തെക്ക് വശവും റോഡുണ്ടെങ്കിൽ, ഗോമുഖിയായിട്ടുള്ള ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തും റോഡുണ്ടെങ്കിൽ ഈ ഗോമുഖിയുടെ ഗുണം കൂടുതൽ മെച്ചപ്പെടും. ഈ പടിഞ്ഞാറ് വശത്ത് മാത്രമോ അല്ലെങ്കിൽ തെക്ക് വശത്ത് മാത്രമോ റോഡുണ്ടെങ്കിൽ നല്ലതാണ്. ഗോമുഖിയായിട്ടുള്ള ഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് മാത്രം റോഡ് വരുന്നു, അല്ലെങ്കിൽ തെക്ക് വശത്ത് മാത്രം റോഡ് വരുന്നു, നല്ലതാണ്. പക്ഷേ ഈ രണ്ടിടത്തും റോഡുണ്ടെങ്കിൽ, പടിഞ്ഞാറും തെക്കും റോഡുണ്ടെങ്കിൽ ഗോമുഖി ഭൂമിക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ് ഈ ഗോമുഖി ഭൂമി. നേരെ തിരിച്ചാണ് വ്യാഘ്രമുഖി. വ്യാഘ്രമുഖി നേരത്തെ പറഞ്ഞ് മുൻവശം വീതി കൂടി പുറവശം വീതി കുറഞ്ഞു വരുന്നു. അതാണ് വ്യാഘ്രമുഖി. വ്യാഘ്രമുഖി ദോഷകരമായ ഒരു ആകൃതിയാണ് ഈ വ്യാഘ്രമുഖി. അവിടെയും പടിഞ്ഞാറ് വശവും തെക്ക് വശവും റോഡുണ്ടെങ്കിൽ ദോഷം കൂടും. ഗോമുഖിക്ക് പടിഞ്ഞാറ് വശവും തെക്ക് വശവും റോഡുണ്ടെങ്കിൽ ഗുണം കൂടും. വ്യാഘ്രമുഖിക്ക് പടിഞ്ഞാറ് വശവും തെക്ക് വശവും റോഡുണ്ടെങ്കിൽ അതിന്റെ ദോഷം കൂടും. പടിഞ്ഞാറ് വശം മാത്രം വ്യാഘ്രമുഖിയുടെ റോഡ് വന്നാലും, അതുപോലെ വ്യാഘ്രമുഖിയുടെ തെക്ക് വശത്ത് മാത്രം റോഡ് വന്നാലും ദോഷം കൂടും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത് ഈ രണ്ട് വശത്തും, പടിഞ്ഞാറും തെക്കും. അപ്പൊ അതിന്റെ പടം നമുക്ക് നോക്കാം. ഇത് ഒരു പ്ലോട്ടാണ്. ഇതിനാണ് മുൻവശം. നമ്മുടെ തെക്കോട്ട് വലത്തുവശത്ത് കാണുന്നതാണ് മുൻവശം, മറ്റേ പുറകുവശം. ഇത് സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്. ഇത് റോഡാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും റോഡുണ്ട്. ഇത് മുൻവശം തെക്കോട്ട് ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ഗോമുഖിയാണ്. മുൻവശത്ത് വീതി കുറവ്, പുറവശത്ത് വീതി കൂടുതൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് തന്നെ പടിഞ്ഞാറ് വശവും തെക്ക് വശവും റോഡുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. അതിനാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഇത് തെക്ക് വശത്ത് മാത്രമേ റോഡുള്ളൂ, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് മാത്രമേ റോഡുള്ളൂ, എന്നാലും ഇതിന്റെ ഗുണം കൂടും. ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡുണ്ടെങ്കിലാണ്. കിഴക്ക് വശത്തോ വടക്ക് വശത്തോ റോഡുണ്ടെങ്കിൽ ഗോമുഖിക്ക് ദോഷമൊന്നുമില്ല, പക്ഷെ ഗുണം അങ്ങനെ കൂടില്ല. ഗോമുഖിയുടെ കിഴക്ക് വശത്താണ് റോഡ്, അല്ലെങ്കിൽ വടക്ക് വശത്താണ് റോഡെങ്കിലും അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ ഗോമുഖിയുടെ ഗുണമുണ്ട് എന്നുള്ളതല്ലാതെ റോഡിന് പ്രത്യേക ഗുണമില്ല. ഇവിടെ അതല്ല. തെക്കും പടിഞ്ഞാറും റോഡുണ്ടെങ്കിൽ ഗോമുഖിയുടെ ആ ഗുണകരമായ ആ ഒരു ഫലത്തിന് കുറെ കൂടെ മെച്ചപ്പെട്ട ഫലമുണ്ടാകും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്യാഘ്രമുഖിയാണെങ്കിൽ അതിന് തെക്കുവശത്തോട്ടാണ് ഇവിടെ കാണിച്ചത്. തെക്കുവശം വീതി കൂടി, പുറവശം വടക്ക് വീതി കുറഞ്ഞു.
ഇതാണ് റോഡ്. തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡുണ്ട്. അപ്പൊ ഇവിടെ ദോഷം കൂടും. വ്യാഘ്രമുഖി പൊതുവെ ദോഷമാണ്. ആ ദോഷത്തിന്റെ ശക്തി കൂടും തെക്കും പടിഞ്ഞാറും റോഡുണ്ടെങ്കിൽ. തെക്ക് വശം മാത്രമോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം മാത്രമോ റോഡുണ്ടെങ്കിലും ദോഷമാണ്. ആ ദോഷം കൂടും. പക്ഷെ ഏറ്റവും കൂടുതൽ ദോഷം വരും തെക്കും പടിഞ്ഞാറും റോഡുണ്ടെങ്കിലാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ബിസിനസ്സിന് വേറൊരു ഇത് വരുന്നത്. അതായത് ഇപ്പം ഈ ഒരു ഗോമുഖിയായിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായശാല, അവിടെ ബിസിനസ് ഇതാണ്, അവിടെ വ്യവസായശാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് അവിടെ കിഴക്ക് വശത്ത് കിഴക്കോട്ട് ഫേസ് ചെയ്ത വീട് വ്യാഘ്രമുഖിയായിട്ടുള്ളത് കിഴക്ക് വശത്ത് റോഡുണ്ടെങ്കിൽ നല്ലതാണെന്നാണ്. അതായത് കിഴക്ക് വശത്ത് റോഡ് വരണം, വ്യാഘ്രമുഖി ആയിരിക്കണം. അതായത് മുൻവശം വീതി കൂടുതലും പുറവശം വീതി കുറഞ്ഞിരിക്കുന്നത് ബിസിനസ്സിന് നല്ലതാണ്, പക്ഷെ വീടുകൾക്ക് നല്ലതല്ല. അതായത് അതിൻ്റെ പടം നോക്കാം. ഇത് രണ്ടും, ഈ ഗോമുഖി നല്ലതാണ്, വ്യാഘ്രമുഖി ദോഷമാണ്. ഗോമുഖി ടിക്ക് ചെയ്തേക്കുന്നു, വ്യാഘ്രമുഖി ഇൻഡു ഇട്ടേക്കുന്നു. ഗോമുഖി നല്ല ഫലം തരുന്നതാണ്, വ്യാഘ്രമുഖി ദോഷഫലം തരുന്നതാണ്. അത് തെക്കും പടിഞ്ഞാറ് റോഡുണ്ടെങ്കിൽ ദോഷത്തിന്റെ ശക്തി കൂടും. ഇവിടെ നോക്കുക, ഇത് ഒരു ഭൂമിയാണ്, ഒരു പ്ലോട്ടാണ്. ഒരു വശം വീതി കൂടി മറ്റേ വശം വീതി കുറഞ്ഞിരിക്കുന്നു. ഇതിന്റെ റോഡ്, ഇത് ഗോമുഖിയാണ്. കാരണം മുൻവശം റോഡിലോട്ടുള്ള ഭാഗം വീതി കുറഞ്ഞു. ഇതിങ്ങനെയും വരാം. ഗോമുഖി മറ്റേ കറക്റ്റ് നേരത്തെ കാണിച്ച പോലെ വേണമെന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും ശരി, മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടിയിരുന്നാൽ അത് ഗോമുഖിയാണ്. ഇപ്പൊ ഇത് റോഡിന്റെ ഭാഗം മുൻവശമായിട്ട് ഇടുക, മുൻവശം വീതി കുറഞ്ഞിരിക്കുന്നു, പുറവശം വീതി കൂടിയിരിക്കുന്നു, ഇത് ഗോമുഖിയാണ്. അതുപോലെ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്. ഇപ്പൊ പടിഞ്ഞാറ് വശമായിട്ട് ഇവിടെ റോഡ്. ഓക്കെ, ഇവിടെ പടിഞ്ഞാറ് വശത്ത് മാത്രമേ റോഡുള്ളൂ, പടിഞ്ഞാറ് തെക്കും ഇല്ല, പടിഞ്ഞാറ് വശം മാത്രമേ റോഡുള്ളൂ. അപ്പോൾ അത് നല്ലതാണ്. ഗോമുഖിക്ക് പടിഞ്ഞാറ് വശം മാത്രം റോഡ് വരുന്നത് നല്ലതാണ്, ഗുണമാണ്. പടിഞ്ഞാറും തെക്കും കൂടെ റോഡുണ്ടെങ്കിൽ കുറെ കൂടെ ഗുണം കൂടും. ഇത് ഇവിടെ കിഴക്ക് വശത്ത് റോഡാണെന്ന് ഇരിക്കട്ടെ. ഇത് ബിസിനസ് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വ്യാഘ്രമുഖിയാണ്. കിഴക്ക് വശത്ത് റോഡ്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനം. അപ്പോൾ ഇവിടെ പ്ലോട്ടിന്റെ കിഴക്ക് വശ പിന്നെ മുൻവശം വീതി കൂടിയും പുറവശം വീതി കുറഞ്ഞു ഇരിക്കുകയാണ്. ഇത് വ്യാഘ്രമുഖിയാണ് ശരിക്കും. പക്ഷെ വ്യാഘ്രമുഖി ആണെങ്കിൽ തന്നെയും ഫോർ ബിസിനസ് ഇത് ഓക്കെയാണ്. അതുപോലെ ഇവിടെ വേറെ ഇത് ഇങ്ങനെ വന്നാലും അത് തന്നെ. ഇവിടെ നോക്കാം, പിന്നെ കിഴക്ക് വശത്താണ് റോഡ് വരുന്നത്. ബാക്കിയുള്ള വശത്ത് വന്നാൽ അതിന് വലിയ എഫക്റ്റ് ഇല്ല. കിഴക്ക് വശത്ത് റോഡ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പിന്നെ ഇത് നല്ലതാണ്. ഇതിങ്ങനെയാകാം. എങ്ങനെയായാലും ഇവിടെ മുൻവശം വീതി കൂടിയിരിക്കുന്നു, പുറവശം വീതി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏത് ഷേപ്പിലായാലും വ്യാഘ്രമുഖിയാണ്. പക്ഷെ വ്യാഘ്രമുഖി സാധാരണ ദോഷമാണ്. പക്ഷെ ബിസിനസ്സിന് കിഴക്ക് വശത്ത് റോഡ് ഉണ്ടെങ്കിൽ ബിസിനസ്, വേറെ ഏതെങ്കിലും വശത്തുണ്ടെങ്കിൽ അതിന് ദോഷമുണ്ട്. പക്ഷെ കിഴക്ക് വശത്താണ് റോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം വരുന്നതാണ് ഫോർ ബിസിനസ്. അതേസമയം ഫോർ ഹൗസസ്, വീടുകൾക്ക് ഇത് ദോഷമാണ്, നല്ലതല്ല. വ്യാഘ്രമുഖി എങ്ങനെ വന്നാലും എവിടെ റോഡ് വന്നാലും വ്യാഘ്രമുഖി വീടുകൾക്ക് നല്ലതല്ല. ഗോമുഖി വീടുകൾക്ക് നല്ലതാണ്. അപ്പൊ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാണ്. വടക്കും കിഴക്കും കെട്ടി ഉയർത്തിയ ഭൂമി അശുഭമാണ്. നമുക്കറിയാം, വടക്ക് വശത്തൊരു പൊങ്ങിയ പ്ലോട്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ വീടിന്റെ വടക്ക് വശത്ത് ഒരു പൊക്കത്തിലുള്ള പിന്നെ എന്താ ഒരു ഭിത്തിയോ അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയ മണ്ണൊക്കെ ഇടിഞ്ഞ് വീടായിരിക്കാൻ റീറ്റെയിനിങ് വാളോ കെട്ടി, അല്ലെങ്കിൽ അതിൽ ഉറപ്പുള്ള ഭൂമി ചിലപ്പം റീറ്റെയിനിങ് വാൾ ഇല്ലാതെ തന്നെ നിന്നോളും കട്ട് ചെയ്തെടുത്താൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭൂമിയിലൊക്കെ വടക്ക് വശത്ത് അല്ലെങ്കിൽ കിഴക്ക് വശം, ഈ രണ്ടു വശത്തും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, നമ്മുടെ വീടിന്റെ തൊട്ട് കിഴക്ക് വശവും വടക്ക് വശവും ഇങ്ങനെ മണ്ണ് പൊങ്ങി നിൽക്കുന്ന ഭൂമി നല്ലതല്ല നമുക്ക്. പക്ഷെ തെക്കും പടിഞ്ഞാറും ആണ് ഇങ്ങനെ പൊക്കമുള്ളതാണെങ്കിൽ നമുക്ക് നല്ലതാണ്. തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഭൂമിയാണെങ്കിൽ നല്ലതാണ്. വടക്കും കിഴക്കുമാണ് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഭൂമിയെങ്കിൽ അത് ദോഷമാണ്. അങ്ങനെ വടക്കും കിഴക്കും കെട്ടി ഉയർത്തിയ ഭൂമി അശുഭമാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തെക്ക് വശത്തു കൂടി നദി ഒഴുകുന്ന സ്ഥലം അശുഭമാണ്. അത് ഒരു ബിസിനസ് സ്ഥാപനമായാലും അല്ല ഒരു വീടായാലും നമ്മുടെ തെക്ക് വശത്തുകൂടി നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിൽ ഒഴുകിയാലും ശരി തെക്ക് വശത്തുകൂടി നദി ഒഴുകുന്നത് നല്ലതല്ല.
ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് മുൻപ്, അതായത് നമ്മൾ ഒരു വീട് വയ്ക്കാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരു ഭൂമി എടുക്കുമ്പോൾ നമ്മൾ അവിടെ അതിന് ശ്രദ്ധിക്കേണ്ട, അതായത് ഷേപ്പുകളും എല്ലാം അതിനകത്ത് വരും. അതായത് ഇത് നോക്കുക, ഇത് പിന്നെ പഞ്ചഭുജം അല്ല സോറി ഷഡ്ഭുജം, 6 വശങ്ങളുണ്ട്. 6 വശങ്ങളുള്ള ഭൂമി നല്ലതല്ല. അപ്പോൾ അത് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാതെ ഇങ്ങനെയുള്ള ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. ഷഡ്ഭുജം. അപ്പോൾ ഇത് അഷ്ടഭുജം, 8 വശങ്ങളാണ് അഷ്ടഭുജം, അതും ദോഷമാണ്. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് ഒരു റെക്റ്റാങ്കിളൊക്കെ ആക്കി മാറ്റാമെങ്കിൽ ഇപ്പം ഇവിടെ നോക്കുക, അതിലിപ്പം ഇത് അഷ്ടഭുജമാണ് ഇപ്പോൾ വലത്തുവശത്തെണ്ണം കാണിച്ചിരിക്കുന്നത്. അതിൽ രണ്ടും ആവശ്യത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ, ഇപ്പം ചെറിയൊരു ഭൂമിയാണെങ്കിൽ ഒക്കില്ല, അപ്പോൾ ആവശ്യത്തിന് വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് ഒരു മതിലിവിടെ കിട്ടുന്നു, ഒരു മതിലിവിടെ കിട്ടുന്നു. ആ 2 മതിലിനും ഭൂമി കയ്യിലേക്ക് മിനിമം ഒരടിയെങ്കിലും താഴ്ച, ഒരടി കൂടാ, മിനിമം ഒരടിയെങ്കിലും താഴ്ച ഉണ്ടെങ്കിൽ അത് ഒരു ഈ റെക്റ്റാങ്കിൾ ഉള്ള ഒരു വാസ്തുമണ്ഡലമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറ്റിയതിന് ശേഷം അതിനകത്ത് വീട് വയ്ക്കാം. അത് വീട് വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് കെട്ടിയിരിക്കണം, പിന്നെ കെട്ടിയാൽ പോരാ. വീട് വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് കെട്ടിയിട്ട് വേണം ഈവൻ കുറ്റിയടിക്കുന്ന അങ്ങനെ കാര്യങ്ങളും എല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ അളന്ന് നോക്കിയോ അങ്ങനെയൊക്കെയുള്ളൂ ചെയ്യാം, അളന്ന് നോക്കുക അങ്ങനെ ഒക്കെ ചെയ്യാം. പക്ഷെ അല്ലാതെ വീടിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് അവിടെ പിന്നെ ഭൂമി പൂജ ചെയ്യുന്നു. ഭൂമി പൂജ ചെയ്യുന്നത് വരെ ഈ ഇത് കെട്ടി റെക്റ്റാങ്കിൾ ആക്കിയിട്ട് വേണമെന്നാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അല്ലെങ്കിൽ അതിൻ്റെതായ ഇത് വരും. അപ്പം ഇതുപോലെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആ റെക്റ്റാങ്കിൾ ആയിട്ട് മാറും, അവിടെ നമുക്ക് വീട് വയ്ക്കാം. അപ്പം ഷഡ്ഭുജവും അഷ്ടഭുജവും ഒക്കെ നല്ലതല്ല, ഷേപ്പ് നല്ലതല്ല. ഇത് ഒരു വികൃതമായ എന്ന് പറയുന്നത് പിന്നെ ഒരു ചില ഭൂമികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റും. ചില വീട്ടിലേക്ക് സ്ഥലത്തൊക്കെ ഓരോ വശങ്ങളിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഉള്ള ഭൂമികളൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള ഭൂമിയൊക്കെ അകത്ത് റെക്റ്റാങ്കിൾ പോലെ എടുത്തിട്ട് അതിനുള്ള സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ പോലെ എടുത്ത്, അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അകത്ത് പോയി വീട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമായ അനുഭവം ഉണ്ടാവും. അത് 4 വശങ്ങൾ, ഈസ്റ്റ് വെസ്റ്റ് അതൊക്കെയാണ്. ഏതായാലും നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് അകത്ത് ഒരു വാസ്തുമണ്ഡലം ചെയ്തിട്ട് കറക്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒരു വാസ്തുമണ്ഡലം ചെയ്തിട്ട് അതിനകത്തെ വീട് വയ്ക്കോ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാവും. ഇത് ക്രമരഹിതമായ ചതുർഭുജം അതിന് പറഞ്ഞത്. ചതുർഭുജം പോലെയാണ് നീളം, പിന്നെ ഈസ്റ്റ് നോർത്ത് സൗത്ത് നീളം കൂടി, ഈസ്റ്റ് വെസ്റ്റ് നീളം കൂടി, ഏതാണ്ട് ചതുർഭുജം. പക്ഷെ ഓരോ വശവും സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നു. അതിന് ക്രമരഹിതമായ ചതുർഭുജം. ഇത് നല്ലതല്ല, അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ചാൽ അത് ദോഷമാണ്, ദോഷഫലം. ഇതുപോലെ വേണമെന്നില്ല, ഏത് ഷേപ്പിലായാലും. ഇത് നോക്കുക, ഇവിടെ വടക്ക് കിഴക്ക് ഭാഗം നോക്കുക, ഈസ്റ്റ് നോർത്ത്, ഈശാന്യ മൂലയുടെ ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഭൂമിക്ക് പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ വടക്ക് കിഴക്ക് പ്രൊജക്ഷൻ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ഒന്നും പ്രൊജക്ഷൻ പാടില്ല. വടക്ക് കിഴക്കോട്ടാണ് പ്രൊജക്ഷൻ വരുന്നതെങ്കിൽ ആ മൂലം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതിന് ദോഷമില്ല എന്നാണ് വാസ്തു പറയുന്നത്. വടക്ക് കിഴക്കോട്ട് ഇപ്പോൾ ഈ ഷേപ്പിലാകാം, അല്ലെങ്കിൽ വേറൊരു ഷേപ്പും വരാം. നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെയും വടക്ക് കിഴക്ക് പ്രൊജക്ഷനാണ്. അവിടെ ഇതിങ്ങനെ ചരിഞ്ഞ് ആദ്യം മൂലം ചരിഞ്ഞിങ്ങനെ പോകുന്നു. ഇവിടെ ആകുമ്പോൾ അവിടെ മാത്രം വന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെയും വടക്ക് കിഴക്ക് ഭാഗം കിഴക്കോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം വടക്കോട്ടും പ്രൊജക്ഷനാകാം. അതൊക്കെ പിന്നെ ദോഷമില്ലാത്ത നല്ല ഭൂമിയാണെന്നാണ്. ഈ ഷേപ്പൊക്കെ ദോഷമില്ല എന്നാണ്. വടക്ക് കിഴക്കല്ലാതെ മറ്റേതെങ്കിലും മൂലം ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്താൽ അത് ദോഷമാണ്. നോർത്ത് ഈസ്റ്റ്, ഇവിടെ നോർത്ത് ഈസ്റ്റിലാണ് ആ പ്രൊജക്ഷൻ വരുന്നത്. ഇത് ഓക്കെയാണ്. വടക്ക് കിഴക്ക് തള്ളിയ ഭൂമി, തള്ളി കഴിഞ്ഞാൽ പ്രൊജക്ഷൻ, തള്ളുള്ള ഭൂമി അല്ലെങ്കിൽ പ്രൊജക്ഷനുള്ള ഭൂമി, ഇത് ഓക്കെയാണ്, നല്ലതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. ഇത് ട്രയാങ്കുലാർ ഷേപ്പുള്ള ഭൂമി, അത് ദോഷമാണ്. ഇതുപോലെ കറക്റ്റ് ചെയ്ത് റെക്ടാങ്കുലാർ ഷേപ്പിലോ അല്ലെങ്കിൽ അകത്ത് മതിരി കെട്ടി കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദോഷമാണ്. ഇത് സർക്കാരുമായി കേസ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസുമായിട്ടൊക്കെ കേസുകളോ അല്ലെങ്കിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കോർപ്പറേഷനുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഏതായാലും അവിടെയുള്ള നമ്മുടെ റൂളിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള അവരുമായിട്ടൊക്കെ വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പം
അതിന് നമ്മുടെ അതിലെ MLA അല്ലെങ്കിൽ MP അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ചിലപ്പം നമുക്ക് എതിർക്കേണ്ടിയൊക്കെ വരുന്ന ഈ ഷേപ്പ് വന്നാൽ വരുന്നതാണ്. എല്ലാ തീരുമാനങ്ങളും തടസ്സപ്പെട്ട് ദുഃഖിക്കേണ്ടി വരും. അതും ഈ ട്രയാങ്കുലർ ഷേപ്പിന്റെ ഒരു ദോഷമാണ്. നമ്മൾ എന്ത് തീരുമാനമെടുത്താലും അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടാവും, എന്ത് ചെയ്യുമ്പോഴും തടസ്സം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും. ഇത് ഈ ഒരു ഷേപ്പ്, ഈ ഷേപ്പ് നമ്മൾ പറയുന്നത് ഭദ്രാസനം എന്നാണ്, ഭദ്രാസന രൂപം. അപ്പൊ ഈ ഷേപ്പിൽ നമുക്ക് വേണേൽ ശരിയാക്കി ഇങ്ങനെ എടുക്കുകയും ചെയ്യാം, കെട്ടിയെടുക്കുകയും ചെയ്യാം ഭൂമിയുടെ ഷേപ്പ്. പക്ഷെ ഇത് വീടുകൾക്ക് നല്ലതല്ല. പക്ഷെ അതേസമയം പിന്നെ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഗവേഷണം നടത്തുന്ന ബിൽഡിങ്ങുകൾക്ക്, അതുപോലെ കാഴ്ച ബംഗ്ലാവ്, എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ ഇങ്ങനെ ആൾ കാണാനായിട്ട് കാഴ്ച ബംഗ്ലാവ്, പിന്നെ ഈ പല എന്ത് കാര്യങ്ങളായാലും അങ്ങനെ കാഴ്ച ബംഗ്ലാവ് അങ്ങനെയുള്ളതിനൊക്കെ ഇത് നല്ലതാണ്. കാഴ്ച ബംഗ്ലാവിനും റിസർച്ച് ഗവേഷണ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ഷേപ്പ് നല്ലതാണ്. അതായത് ഇങ്ങനെ അകത്തൊരു ബിൽഡിംഗ് വെച്ചിട്ട് അതിന് വെളിയിലത്തെ പ്ലോട്ട് ഈ ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കി കെട്ടിയെടുക്കാം ഭൂമി. അല്ലെങ്കിൽ ഒരു കാഴ്ച ബംഗ്ലാവാണെങ്കിൽ ഇതുപോലെ. അപ്പം അത് നല്ലതാണ്. ഈ ഇതിനാണ് ഭദ്രാസന രൂപം എന്ന് പറയും. ഇത് നല്ലതാണ്. കാഴ്ച ബംഗ്ലാവ്, ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ നല്ലതാണ്. വീടുകൾക്ക് നല്ലതല്ല. വീടുകൾക്ക് ദോഷമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് വരച്ചാൽ വരച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോകാമല്ലോ. ഓക്കെ. ഇനി അശുഭമായിട്ടുള്ള ചില ഇതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് ദണ്ഡാകൃതിയാണ്. വീതിയുടെ ഇരട്ടിക്കുള്ള നീളം, ദണ്ഡാകൃതി. അത് ഏത് തെക്കുവടക്കായാലും കിഴക്കുപടിഞ്ഞാറായാലും ഏതായാലും ദോഷമാണ്. ദണ്ഡാകൃതി ഒരിക്കലും പാടില്ല. ദണ്ഡാകൃതി. ഇത് കൊടിയുടെ ആകൃതി, ഇങ്ങനെ മുകളിൽ കൊടിയുടെയൊക്കെ ആകൃതി. ഇത് നല്ലതല്ല. ഇത് പിന്നെ ശവപ്പെട്ടിയുടെ ആകൃതി, അത് നല്ലതല്ല. ഇങ്ങനെയുള്ള ആകൃതിയിലൊക്കെയുള്ള ഭൂമി ദോഷമാണ്. കറക്റ്റ് ഈ ഷേപ്പ് വേണമെന്നില്ല. അതിന് ഉദ്ദേശം ഒരു വശം വീതി കുറഞ്ഞ് വീതി കൂടി വന്ന് ചരിഞ്ഞൊക്കെ വന്നിട്ട് ഒരു ഏതാണ്ട് ഒരു ശവപ്പെട്ടിയുടെ ആകൃതി പോലെ തോന്നിയാലും അത് നല്ലതല്ല. ഈ ശവപ്പെട്ടിയുടെ ആകൃതിയിൽ തോന്നിയ അനാരോഗ്യം, രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് അനാരോഗ്യമാണ് അടുത്തത്. അതുപോലെ അശുഭമായിട്ടുള്ളത് മൃദംഗത്തിന്റെ ആകൃതി. ഇത് മൃദംഗത്തിന്റെ ആകൃതിയാണ്. അത് നല്ലതല്ല. ഇത് ഈ നമ്മൾ ഇത് പിന്നെ ഈ കൊട്ടുന്ന സാധനം ഡമരു എന്ന് പറയും, രണ്ടു വശവും പൊക്കി. ഇത് നല്ലതല്ല. ഇതിന് കണ്ണിന് അസുഖം വരുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ചാൽ കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ കണ്ണിന് അസുഖം ഉണ്ടാകുന്നതാണ് ഈ ഷേപ്പ്. ഇത് വെട്ടുകത്തിയുടെ അല്ലെങ്കിൽ പിച്ചാത്തിയുടെ ഒക്കെ ഷേപ്പ്, അത് നല്ലതല്ല. വെട്ടുകത്തി അല്ലെങ്കിൽ പിച്ചാത്തി. സമ്പത്തും മനസ്സമാധാനവും നഷ്ടപ്പെടുന്നു. സാമ്പത്തികമായ താഴ്ച ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവില്ല. ആണ് അതിൻ്റെ പിച്ചാത്തിയുടെ ആകൃതിയൊക്കെ ആ ഷേപ്പ് വന്നാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവാണ്. അതുപോലെ ഇത് ആമയുടെ ആകൃതി. ഇത് വളരെ ദോഷമാണ്. ഈ ആമയുടെ ആകൃതി നോക്കുമ്പോൾ മുകളിൽ തലയുടെ കൂട്ടി ഇങ്ങനെ വന്ന് ഏതാണ്ട് ഈ ഷേപ്പ്, ഈ കറക്റ്റ് ഈ ഷേപ്പ് ഒന്നും വേണമെന്നില്ല. ഒരു ആമയുടെ ഏതാണ്ട് ആകൃതി മുൻവശം വന്നിട്ട് ഒരു ചെറിയൊരു പൊങ്ങി വന്നിട്ട് വരുന്നു. ഇത് കുറച്ച് വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ ആനയുടെ ആകൃതിയാവും. വലിയ നേരെ വന്നിങ്ങനെ പൊങ്ങി. ഇതിപ്പോൾ ചരിഞ്ഞ് കർവായിട്ടാവുന്നത്. മറ്റേ നേരെ പൊങ്ങി ഇങ്ങനെ വരികയാണെങ്കിൽ ആനയുടെ ആകൃതിയാവും. അതും ഗജപൃഷ്ടാകൃതി നല്ലതല്ല. ഇത് ഇതിന്റെ ആമയുടെ ആകൃതിയാണ്. ഇത് വളരെ അശുഭമാണ്. ഇത് ആമ. അതിന് ദോഷങ്ങൾ എന്ന് പറയുന്നത് കൊലപാതകം, ജയിൽവാസം, അസ്വാഭാവിക മരണം, അതായത് അതിന് തൂങ്ങിച്ചാകുക, അങ്ങനെ അസ്വാഭാവിക മരണം, ദുഃഖവാർത്ത കേൾക്കുക, ഇതൊക്കെ ഫലമാണ്. ആമയുടെ ആകൃതിയിലുള്ള ഭൂമിയിൽ അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഈ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ അർത്ഥവൃത്താകൃതി, ഹാഫ് സർക്കിൾ, അത് അതിൻ്റെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ അർത്ഥവൃത്തത്തിൽ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ഭവനഭേദനം ആണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. ഓക്കെ. ഇത് ബുള്ളറ്റിൻ്റെ ആകൃതി, വെടിയുണ്ടയുടെ ആകൃതി, അതും ഇതുപോലെ തന്നെ മുട്ടയുടെ ആകൃതി, എഗ് ഷേപ്പ്, അതൊക്കെ നല്ലതല്ല. അതൊക്കെ മുട്ടയുടെ ആകൃതി. ഇതെല്ലാം പറയുന്നത്
പിന്നെ ശത്രുത, മറ്റുള്ളവരുമായിട്ട് ഇവൻ ആ വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ തന്നെ ശത്രുത ഉണ്ടാകുന്നു. ഇനി വില്ലിന്റെ ആകൃതി, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഭയം. നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്, ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഭയം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വീട് വയ്ക്കാം. അത് മാറ്റിയെടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലം കിട്ടുന്നില്ലെന്നെങ്കിൽ അവിടെ വീട് വെച്ചാൽ നമുക്ക് ദോഷഫലം അനുഭവിക്കേണ്ടി വരും. അതുപോലെ പിന്നെ ഒരു മൂലയില്ല, ഏത് മൂലയില്ലെങ്കിലും നല്ലതല്ല. ഇതിപ്പോൾ ഈശാന്യ മൂല കട്ടിങ് ആണ്. അത് അങ്ങനെയുള്ള മിസ്സിംഗ് കോർണർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അപൂർണമായ മൂല എന്ന് മലയാളത്തിൽ പറയും. അത് നല്ലതല്ല. ഏത് മൂലയായാലും കട്ടിങ് നല്ലതല്ല. ഏറ്റവും കൂടുതൽ ദോഷം കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ആണ് കട്ടിങ്ങിന് വരികയാണെങ്കിൽ. നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടിങ് വരുന്നു. അത് ഈ കട്ടിങ് ഇങ്ങനെയും വരാം. ഒന്നിനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ടി വരാം, അല്ലെങ്കിൽ ഏത് കൊത്തി കട്ടി വന്നാലും ഇത് കട്ടിങ് വാസ്തുപുരുഷന്റെ തലയില്ല എന്നുള്ളതാണ്. അംഗഹീനത്തിൽ വാസ്തുപുരുഷൻ തലയില്ല, എല്ലാ ഗുണങ്ങളും ഇല്ലാതാണ്. വടക്ക് കിഴക്ക് അപൂർണം. അതുപോലെ ഇത് നല്ലതല്ല. ഏത് മൂല അപൂർണമാണെങ്കിലും ദോഷമാണ്. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്. ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത് തെക്ക് പടിഞ്ഞാറിലെ കന്നിമൂലയാണ്. ഇത് ഒരു കൊടയുടെ അല്ലെങ്കിൽ കുമിളിന്റെ ഒക്കെ ആകൃതി, ഇതും ദോഷമാണ്. കൊടയുടെ ഒക്കെ ആകൃതി, അതും ദോഷഫലം തരുന്നു. ഇത് ഇവിടെ നോക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇവിടെ നോക്കുക, ഇടയ്ക്ക് നടുക്കൊരു ഇടുങ്ങിയ ഭൂമി, രണ്ടു വശവും കുറച്ചുകൂടെ വിസ്താരം കൂടിയ ഭൂമി. ഇങ്ങനെ രണ്ട് വിസ്താരമുള്ള ഭൂമിയുടെ ഇടയ്ക്ക് ഒരു വിസ്താരം കുറഞ്ഞൊരു ഭൂമി ഉണ്ടെങ്കിൽ ആ നടുക്കുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. താമസിക്കാൻ പാടില്ലെന്നാണ്. രണ്ടു വശത്തും വീതിയുള്ള ഭൂമിയും നടുക്കുള്ള ഒരു വീതി കുറഞ്ഞ ഭൂമിയിൽ അവിടെ വീട് വെച്ച് താമസിച്ചാൽ ദോഷഫലം ഉണ്ടാകും. ഇതാണ് വിശാലമായ സ്ഥലം, രണ്ടു വശവും. നടുക്കുള്ള ഇടുങ്ങിയ സ്ഥലം, അപ്പോൾ ആ ഇടുങ്ങിയ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് പോയി വീട് വയ്ക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത പ്ലോട്ടൊക്കെ നോക്കണം. അടുത്ത പ്ലോട്ട് രണ്ട് വശത്തുള്ള പ്ലോട്ടുകൾ, അത് തെക്കും വടക്കുമുള്ള പ്ലോട്ടുകളാവും, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറുള്ള പ്ലോട്ടാകാം. എങ്ങനെയായാലും രണ്ട് വശത്തുമുള്ള വീതിയുള്ള പ്ലോട്ട്, ഇടയ്ക്കൊരു വീതി കുറഞ്ഞ പ്ലോട്ട്, അത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ദോഷഫലം ഉണ്ടാകും. ഈ വീതി കുറഞ്ഞ പോയിട്ട് നമുക്ക് വലുതാക്കാൻ നോക്കില്ല. മറ്റേ ആൾറെഡി വേറെ ആൾക്കാരുടെ ആയിരിക്കും വീതി കൂടി, അല്ലെങ്കിൽ അത് ഇതുപോലെ വീതി കുറഞ്ഞു വരണം. അത് നമുക്ക് നമ്മുടെ കയ്യിലല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ചാൽ ദോഷഫലം ഉണ്ടാകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇടുങ്ങിയ സ്ഥലം നല്ലതല്ല, ഇഞ്ചിട്ടേക്കുന്നത് ദോഷമാണ്. അതുപോലെ അടുത്ത ഭൂമിയിൽ നിന്നും വടക്ക് നിന്നോ കിഴക്ക് നിന്നോ മഴവെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഒഴുകി വരുന്നത് നല്ലതല്ല. അപ്പോൾ അതവിടെ വരാത്ത വിധത്തിൽ എന്തെങ്കിലും നമ്മൾ റിപ്പോസ് ചെയ്യണം. നമ്മുടെ ഭൂമിയിലേക്ക് ഒഴുകി വരാത്ത വിധത്തിൽ എന്തെങ്കിലും മുകളിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. എപ്പോഴും സാധിച്ചെന്ന് വരില്ല. വടക്കുന്നും കിഴക്കുന്നും മഴവെള്ളം, തെക്കുന്നോ പടിഞ്ഞാറുന്നോ ഒഴുകി വന്നാൽ ഇറ്റ്സ് ഓക്കെയാണ്. പക്ഷെ വടക്കും കിഴക്കും നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് നല്ലതല്ല. അത് ദോഷമാണ്. വടക്ക് കിഴക്ക് ഒഴികെ മറ്റു മൂലകളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലം, നമ്മൾ നേരത്തെ പറഞ്ഞു വടക്ക് കിഴക്കോട്ട്, നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈശാന്യ മൂലയിലേക്ക് തള്ളാകാം. മറ്റുള്ള മൂല എന്ന് പറയുന്നത് അഗ്നിമൂല, കന്നിമൂല, വായുമൂല, ഈ മൂന്ന് മൂലകളിലേക്ക്, അതായത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഈ മൂലകളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലം ദോഷമാണ്. അപ്പോൾ അത് വടക്ക് കിഴക്ക് മാത്രമേ ആകാവൂ, വേറെ ഒരിടത്തോട്ടും പ്രൊജക്ഷൻ പാടില്ല. അത് നല്ലതല്ല. അപ്പോൾ ഇത് നോക്കും, ഇവിടെ നോക്കും, സൗത്ത് ഈസ്റ്റിലോട്ട് പ്രൊജക്ഷനാണ്. സൗത്ത് ഈസ്റ്റിലോട്ട് തള്ളി നിൽക്കുന്നത് നല്ലതല്ല. ഇവിടെ സൗത്ത് വെസ്റ്റിലോട്ട് തള്ളി നിൽക്കുന്നു. അത് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച് വേറെ വിധത്തിൽ എങ്ങനെയായാലും സൗത്ത് വെസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ നല്ലതല്ല. ഇവിടെ നോക്കും, നോർത്ത് വെസ്റ്റ് പൊസിഷൻ, അത് നല്ലതല്ല. നോർത്ത് ഈസ്റ്റ് മാത്രമേ പൊസിഷൻ ആകാവൂ. അടുത്തത് ശുഭമായ ആകൃതിയാണ്. അതായത് വടക്ക് കിഴക്കും
കിഴക്കും താന്ന് ബാക്കിയെല്ലാം പൊങ്ങിയ ഭൂമി. മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ ആരോ കാണുന്ന ഭാഗം താന്ന് കിടക്കുകയാണ്. അപ്പോൾ വടക്ക് വശവും കിഴക്ക് വശവും വടക്ക് കിഴക്കും താന്ന മറ്റുള്ള ഭാഗങ്ങൾ പൊങ്ങിയ ഭൂമി. ഇത് നല്ല ഭൂമിയാണ്. ഇത് താഴ്ച ആ ഭാഗം താന്ന് കിടക്കുകയാണ്. അതുപോലെ ഇത് പിന്നെ വടക്ക് വശത്തോട്ട് എക്സ്റ്റൻഷൻ ഒരു ഭൂമി. ഇപ്പൊ നമ്മുടെ ഭൂമി വെള്ളത്തിൽ കാണുന്ന ആ ഭാഗം നമ്മുടെ ഭൂമിയാണ്. നമ്മൾ കുറച്ച് വടക്ക് വശത്തോട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ച് നമ്മുടെ കൂടെ ചേർക്കുന്നു. അപ്പൊ അത് നല്ലതാണ്. വടക്ക് വശത്തോട്ട് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല. ഇവിടെ അതിങ്ങനെയാകാം. ഇത് വടക്ക് കിഴക്കാണ് എക്സ്റ്റൻഷൻ. വടക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം ഇത് ഈ ഭൂമി നല്ലതാണ്. നമ്മുടെ ഭൂമിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഭൂമി കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ചേർക്കുന്നത് നല്ല ഫലം ചെയ്യും. അതുപോലെ കിഴക്ക് വശം ആദ്യം കാണിച്ച വടക്ക് വശം കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പം കിഴക്ക് വശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഭൂമി നമ്മൾ വാങ്ങിക്കുന്നു. നല്ലതാണ്. ഇതും കിഴക്ക് വശത്ത് ആ മൂല മാത്രം വടക്ക് കിഴക്ക് മുന്നയുടെ കിഴക്ക് ഭാഗം ഇത് നല്ലതാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇവിടെ നോക്കി ഇത് വടക്ക് കിഴക്കോട്ടാണ് മൂല. ഒരു ത്രികോണാകൃതിയിലാണെങ്കിൽ തന്നെയും വടക്ക് കിഴക്കാണ് പ്രൊജക്ഷൻ വരുന്നത്. അത് നല്ലതാണ്. ആ നീരാർത്തി കാണുന്നതൊക്കെ നമ്മുടെ പഴയ പ്ലോട്ടിനോട് നമ്മൾ വാങ്ങിച്ച് ചേർത്ത ഈ ഷേപ്പാകുന്ന ഈ ഷേപ്പിലൊക്കെ വരുന്നത് നല്ലതാണ്. ഇത് നല്ലതാണ്. ഇതും വടക്ക് കിഴക്കോട്ട് പ്രൊജക്ഷനാണ്. വടക്ക് ഭാഗത്തും വടക്ക് കിഴക്കോട്ട് പ്രൊജക്ഷൻ ആകാം. അല്ലെങ്കിൽ അതിന് മുമ്പ് കാണിച്ചിരിക്കുന്ന കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്കോട്ട് പ്രൊജക്ഷൻ ആകാം. ഇതെല്ലാം നല്ല ഭൂമിയാണ്. ശുഭം റിസൾട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തലോട്ട് പോവാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വഴികളെ പറ്റിയാണ്. എവിടൊക്കെ വഴി നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ പുരയിടത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് വഴി വരുന്നത് നല്ലതാണ്, ഏതൊക്കെ ഭാഗത്ത് വഴി വരുന്ന ദോഷമാണെന്ന് ശാസ്ത്രി പറയുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ഇത് നോക്കുക. ഇതിപ്പം വടക്ക് 4 വശവും വഴിയുണ്ട്. അതായത് കിഴക്കും വടക്കും പടിഞ്ഞാറും തെക്കും 4 വശത്തും വഴി. ഇതിന്റെ ബ്രഹ്മസ്ഥലം എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമാണ്, വളരെ നല്ലതാണ്. ഇങ്ങനെ 4 വശവും വഴിയുള്ള ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിന് ബ്രഹ്മസ്ഥലം എന്ന് പറയും. വളരെ ഉത്തമമായ റിസൾട്ട് വരുന്നതാണ്. ഇനി അടുത്ത് നോക്കുക. ഇതെല്ലാം ശുഭമാണ്. മോളി ശുഭം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല റിസൾട്ട് വരുന്നതാണ്. ഇവിടെ നോക്കുക. നടുക്ക് കാണുന്ന വീട്, അതിന് വെളിയിൽ കാണുന്ന വാസ്തുവാണ് നമ്മുടെ പുരയിടം. അപ്പോൾ ആ പുരയിടത്തിന്റെ 4 വശവും വഴിയാണെന്നാണ് ആദ്യം കണ്ടത്. ഇപ്പം ഇവിടെ രണ്ടാമത് നോക്കുക. വടക്ക് വശത്ത് വഴിയുണ്ട്, കിഴക്ക് വശത്ത് വഴിയുണ്ട്. അതായത് വടക്കും കിഴക്കും വഴിയുണ്ട്. തെക്കും പടിഞ്ഞാറും വഴിയില്ല. അത് നല്ലതാണ്. നമ്മുടെ പുരയിടത്തിന്റെ വടക്ക് വശത്തും വഴിയുണ്ട്, കിഴക്ക് വശത്തും വഴിയുണ്ട്. അങ്ങനെയുള്ളത് നല്ലതാണ്. നല്ല റിസൾട്ടാണ്. വീട് നമ്മുടെ വാസ്തുമണ്ഡലം അല്ലെങ്കിൽ വസ്തു. തെക്ക് വശത്ത് വഴിയുണ്ട്, പടിഞ്ഞാറ് വശത്ത് വഴിയുണ്ട്. അത് തെക്കും പടിഞ്ഞാറും വഴി. അപ്പോൾ തെക്ക് വശവും പടിഞ്ഞാറ് വശവും വഴി വരുന്നത് ഇത് 2 വിധത്തിൽ ചില ദോഷമായിട്ട് ചിലത് വരുന്നുണ്ട്. കാരണം ഈ തെക്ക് വശത്തും സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ റോഡിനേക്കാൾ അല്പം കൂടെ പൊക്കി നമ്മുടെ വീട് വരത്തക്കൊണ്ട് ചെയ്യും. അപ്പോൾ ഇതിപ്പം മണ്ണിന്റെ ലെവൽ നോക്കുക. നമ്മുടെ റോഡിനകത്തും വെളിയിലുള്ള മണ്ണിന്റെ ലെവൽ നോക്കുക. അപ്പൊ മണ്ണിന്റെ ലെവലിനേക്കാൾ റോഡിന്റെ ലെവൽ പൊങ്ങി നിന്നാൽ, ബേസ്മെന്റ് ലെവൽ അല്ല പറഞ്ഞത്, മണ്ണിലായി ഫൗണ്ടേഷന്റെ മുകളിലുള്ള ലെവൽ, ഫ്ലോർ ലെവൽ. ഫ്ലോർ ലെവലും അല്ല, ബേസ്മെന്റിന്റെ ഫ്ലോർ ലെവലല്ല, മണ്ണിന്റെ ലെവല്. നമ്മുടെ കോമ്പൗണ്ടിനകത്തുള്ള മണ്ണിന്റെ ലെവലും കോമ്പൗണ്ടിന് വെളിയിൽ ആ വഴിയിലുള്ള ആ ലെവലുകൾ നോക്കുമ്പം വഴിയുടെ ഭാഗം പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. തെക്കും പടിഞ്ഞാറും വഴിയും ആ വഴി നമ്മുടെ പുരയിടത്തിന്റെ ഉള്ള മണ്ണിന്റെ ലെവലിനേക്കാൾ പൊങ്ങി നിന്നാൽ വെള്ളം അകത്ത് കയറാത്ത വിധത്തിലൊക്കെ നമ്മൾ ചെയ്തോളാം. പക്ഷെ അത് അങ്ങനെയുള്ള ഭൂമി നല്ലതാണ്. അതേസമയം ഇതുപോലത്തെ തെക്കും പടിഞ്ഞാറും ഭൂമി വരികയും അതിന്റെ നമ്മുടെ അകത്തുള്ള മണ്ണിന്റെ ലെവൽ, ആ മണ്ണിന്റെ ലെവലിനേക്കാൾ താന്നാണ് ഈ വഴിയുടെ ലെവൽ വരുന്നതെങ്കിൽ ഇത് നല്ലതല്ല. തെക്കും പടിഞ്ഞാറും താന്നിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മുടെ പുരയിടത്തിന് തെക്കും പടിഞ്ഞാറും താന്നു വരുന്നത് നല്ലതല്ല. ഇത് 2 വിധത്തിലുണ്ട്. പൊങ്ങി വന്നാൽ വഴി പൊങ്ങി വന്നാൽ നല്ലതാണ്, വഴി താന്നു വന്നാൽ ദോഷമാണ്. ഇവിടെ നോക്കുക. ഇത് നടുക്ക് വീട്, ചുറ്റും പ്ലോട്ട്, വടക്ക് വശത്ത് വഴിയുണ്ട്, കിഴക്ക് വശത്ത് വഴിയുണ്ട്, പടിഞ്ഞാറ് വശത്തും വഴിയുണ്ട്. അത് കിഴക്കും പടിഞ്ഞാറും വടക്കും വഴി. ഇത് നല്ലതാണ്, ശുഭമാണ്. മോളി എഴുതിയിട്ടുണ്ട്. ഇതും നല്ല ഇതാണ്. ഇങ്ങനെ 3 കിഴക്കും പടിഞ്ഞാറും വടക്കും വഴി വരുന്നത് നല്ലതാണ്. അടുത്തത്
അതായത് വീട്, പ്ലോട്ട്, കിഴക്ക് വശത്ത് വഴിയുണ്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്, പടിഞ്ഞാറ് വശത്ത് വഴിയുണ്ട്. അപ്പോൾ കിഴക്കും തെക്കും പടിഞ്ഞാറും വഴിയുണ്ട്. അത് നല്ലതാണ്, ശുഭമാണ്. ഇതെല്ലാം ഈ കാണിക്കുന്നതെല്ലാം ശുഭമായിട്ടുള്ള ഇതാണ്. ഇത് നല്ലതാണ്. അതിവിടെ വീട് നീല നിറത്തിലെ മറ്റേ പ്ലോട്ട്. ഇതിപ്പം കിഴക്ക് വശത്തൊരു വഴി, കിഴക്ക് വശത്തും വടക്ക് വശത്തും വഴി വരുന്നു. ആ വഴി വടക്ക് കിഴക്ക് ഭാഗത്ത് നീണ്ടുപോകുന്നു. അത് വടക്കോട്ടോ കിഴക്കോട്ടോ ആകാം. ഇപ്പം നോക്ക്, ഇത് നോക്കുക. ഇതിപ്പം വടക്കും വഴിയുണ്ട്, കിഴക്കും വഴിയുണ്ട്. ആ രണ്ട് വഴിയും കൂടെ നമ്മൾ ചേർന്നിട്ട്, വടക്ക് കിഴക്ക് മൂലയിൽ ചേർന്നിട്ട് അത് വടക്കോട്ടങ്ങ് നീണ്ടുപോവാണ് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ വേണമെങ്കിൽ കിഴക്കോട്ട് നീണ്ടുപോകാം. ഇത് രണ്ടും നല്ലതാണ്. അത് വടക്കും കിഴക്കും വഴി വരികയും ആ വഴി രണ്ടും കൂടെ ചേർന്നിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ നീണ്ടു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് നല്ല ഫലം കിട്ടും, ശുഭമാണ്. മുകളിൽ എഴുതിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് വഴി വരികയും അത് വടക്ക് ഒന്നുകിൽ അതിനോട് ചേർന്നിട്ട് വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ നീണ്ടുപോയാൽ രണ്ടും നല്ലതാണ്. ഇത് വീട്, പ്ലോട്ട്, കിഴക്ക് വഴിയുണ്ട്, പടിഞ്ഞാറ് വഴിയുണ്ട്. അത് കിഴക്കും പടിഞ്ഞാറും മാത്രം വഴി, തെക്കും വടക്കും വഴിയില്ല. ഇത് നല്ലതാണ്. കിഴക്കും പടിഞ്ഞാറും വഴി വരുന്നത് നല്ലതാണ്. ഇത് വീട്, പ്ലോട്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്, പടിഞ്ഞാറ് വശത്ത് വഴിയുണ്ട്, വടക്ക് വശത്തും വഴിയുണ്ട്. തെക്കും പടിഞ്ഞാറും വടക്കും വഴി, ഇത് നല്ലതാണ്. ഇത് വീട്, പ്ലോട്ട്, കിഴക്ക് വശത്ത് വഴിയുണ്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്. അത് തെക്ക് വശവും കിഴക്ക് വശവും മാത്രം വഴി, ഇത് നല്ല ഫലം തരുന്നതാണ്. തെക്ക് വശത്തും കിഴക്ക് വശത്തും വഴിയുണ്ടെങ്കിൽ അത് നല്ല ഫലം തരുന്നതാണ്. വീട്, പ്ലോട്ട്, കിഴക്ക് വശത്ത് വഴിയുണ്ട്, കിഴക്ക് വശത്ത് മാത്രം വഴി, വേറെ ഒരിടത്തും വഴിയില്ല. ഇത് നല്ല ഫലം തരുന്നതാണ്. കിഴക്ക് വശത്ത് മാത്രം വഴിയുണ്ടെങ്കിലും നല്ലതാണ്. വീട്, പ്ലോട്ട്, വടക്ക് വശത്ത് വഴി, അത് വടക്ക് വശം മാത്രം വഴി വരുന്നു. ബാക്കി കിഴക്കും തെക്കും പടിഞ്ഞാറൊന്നും വഴിയില്ല, വടക്ക് വശത്ത് മാത്രം വഴി വരുന്നു. അത് നല്ലതാണ്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് അശുഭമായ വഴികളാണ്. വീട്, പ്ലോട്ട്, പടിഞ്ഞാറ് വശത്ത് വഴി, പടിഞ്ഞാറ് വശത്ത് മാത്രം വഴി വരും. പടിഞ്ഞാറ് വശത്ത് മാത്രം വഴി വരുന്ന ശരിക്കും നല്ല ഇതല്ല എന്നാണ് പറയുന്നത്. അതിന് കർഷകർക്ക് ഉണ്ട്, പക്ഷേ ദോഷകരം. പടിഞ്ഞാറ് വശത്ത് മാത്രം വഴി, ബാക്കി തെക്കും പടിഞ്ഞാറും കിഴക്കും വഴിയില്ലാതെ പടിഞ്ഞാറ് വശത്ത് മാത്രം വഴി വരുന്ന ഒരു പുഴയടത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് മാത്രം വഴി വരുന്ന നല്ല ഫലമല്ല, ദോഷഫലം ഉണ്ടാകുന്നു. അതുപോലെ വീട്, പ്ലോട്ട്, പടിഞ്ഞാറ് വശത്ത് വഴിയുണ്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ തെക്കും പടിഞ്ഞാറും വഴിയുള്ളത് നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ദോഷമായിട്ട് പറയുന്നു. അപ്പോൾ അവിടുത്തെ വ്യത്യാസം ഇതേ ഉള്ളൂ. ആ റോഡ് ഒരിടത്തിനേക്കാൾ പൊങ്ങിയിരുന്നാൽ നല്ലതാണ്, റോഡ് ഒരിടത്തിനേക്കാൾ താന്നിരുന്നാൽ ദോഷമാണ്. അപ്പോൾ ശുഭത്തിലും അശുഭത്തിലും ഇത് വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വീട്, പ്ലോട്ട്, വടക്ക് വശത്ത് വഴിയുണ്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്. അത് വടക്കും തെക്കും മാത്രം വഴി, വടക്ക് വശവും തെക്ക് വശവും വഴിയുണ്ട്, മറ്റേ കിഴക്കും പടിഞ്ഞാറും വഴിയില്ല. ഇത് അശുഭമാണ്, ദോഷമാണ്. തെക്ക് വശവും വടക്ക് വശവും മാത്രം വഴിയും കിഴക്കും പടിഞ്ഞാറും വഴി ഇല്ലാതെ വരുന്ന അങ്ങനെയുള്ള പ്ലോട്ട് നല്ലതല്ല. വീട്, പ്ലോട്ട്, പടിഞ്ഞാറ് വശത്ത് വഴി, വടക്ക് വശത്ത് വഴി. ഈ പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തും വഴി വന്നിട്ട് അത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ചേർന്നിട്ട് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇത് നല്ലതല്ല. നമ്മൾ നേരത്തെ വടക്ക് കിഴക്ക് വശത്ത് ചേർന്നിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് നല്ല ഫലം തരുന്നു എന്ന് പറഞ്ഞു. നേരെ വിപരീതമാണിത്. വടക്ക് വശവും പടിഞ്ഞാറ് വശവും വഴി വരികയും വടക്ക് പടിഞ്ഞാറ് മൂലയെ വായുമൂലയുടെ ഭാഗത്ത് അത് തമ്മിൽ ചേർന്നിട്ട് ഒന്നുകിൽ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അത് ദോഷമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിവിടെ നോക്കുക, വീട്, പ്ലോട്ട്, ഇത്
ചരിഞ്ഞു വന്ന് കയറുക വഴി, നേരെ സ്ട്രെയിറ്റ് അല്ലാതെ വഴി ഇങ്ങനെ ചരിഞ്ഞു വന്ന് കയറുക. ഇത് ദോഷമാണ്. ഏത് വശത്തായാലും, കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ എവിടെയായാലും വഴി ചരിഞ്ഞു വന്ന് പുരയിടത്തിലേക്ക് ഇങ്ങനെ കയറുന്നത് നല്ലതല്ല. ഇത് വഴി ചരിഞ്ഞു വന്ന് എന്നിട്ട് ഇങ്ങനെ നീണ്ടൊക്കെ പോവും ആ വഴി. ഇത് വീട്, പ്ലോട്ട്. ഇവിടെയും മറ്റ് നേരത്തെയുള്ള കിഴക്ക് വശത്ത് വഴി ചരിഞ്ഞു വന്ന് കയറുന്നു. ഇപ്പം കാണിച്ചിരിക്കുന്ന വടക്ക് വശത്ത് വഴി ഇങ്ങനെ ചരിഞ്ഞു വന്ന് കയറുന്നു. ഇത് നല്ലതല്ല. ഓക്കെ, ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ വലിച്ചിടാം, സൗകര്യമുണ്ട്. ഇവിടെ നോക്കുക, ഇത് വീട്, പ്ലോട്ട്, തെക്ക് വശത്ത് വഴിയുണ്ട്. അത് തെക്ക് വശത്ത് മാത്രം വഴി. തെക്ക് വശത്ത് മാത്രം വഴി, മറ്റൊരു ഭാഗത്തും വഴിയില്ല. അതും നല്ല ഫലമല്ല തരുന്നത്. വീടിന്റെ തെക്ക് വശത്ത് മാത്രം വഴി, കിഴക്കും വടക്കും തെക്കും അല്ല, കിഴക്കും വടക്കും പടിഞ്ഞാറും വഴിയില്ല. അതും നല്ലതല്ല. ഇതൊക്കെ അശുഭമായ ഇതാണ്. ഇപ്പം കാണിച്ചതല്ല, അശുഭമായിട്ടുള്ള. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക, ഏതൊക്കെയാണ് അശുഭം, ഏതൊക്കെയാണ് ഗുണം. അപ്പോൾ അങ്ങനെയുള്ള വഴി ഉണ്ടെങ്കിൽ അതിനുള്ള ഒന്നുകിൽ വഴി മാറ്റാനൊക്കെ, വഴിയൊന്നും മാറ്റാൻ എളുപ്പമല്ല, നമുക്കറിയാം. വഴികളൊക്കെ മാറ്റി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഉടമസ്ഥതയിലായിരിക്കില്ല വഴി. വഴിയൊക്കെ ചിലപ്പോൾ പൊതുവഴിയായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പ്രൈവറ്റ് വഴിയായതിന് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ വഴിയൊന്നും അങ്ങനെ മാറ്റാൻ എളുപ്പമല്ല. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ദോഷഫലം കിട്ടും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർന്നാണ്. ഈ വഴിയോടുകൂടി ഈ ചാപ്റ്റർ തീരുന്നു. അപ്പം നമ്മൾ ഈ ഭൂമിയെ പറ്റിയുള്ളത്, നമ്മൾ വസ്തുതാലക്ഷണം എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ അത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ വൃക്ഷങ്ങൾ എന്നുള്ളതാണ്. വാസ്തുശാസ്ത്രത്തിൽ വൃക്ഷങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പങ്കുണ്ട്. ഏത് വൃക്ഷങ്ങൾ എവിടെ വരാം, ഏതൊക്കെ വൃക്ഷങ്ങൾ ഇന്ന സ്ഥലത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ രണ്ട് വിധത്തിൽ വൃക്ഷങ്ങൾ ഉണ്ട്. ഒന്ന് അവിടെ വളർന്ന് ലൈവായിട്ടുള്ള വൃക്ഷങ്ങൾ, നമ്മുടെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൃക്ഷം നിൽക്കുന്നത് നല്ലതാണ്, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൃക്ഷം ദോഷമാണ്, വൃക്ഷം എത്ര ദൂരത്തിൽ ആകാവൂ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വൃക്ഷങ്ങളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. പിന്നുള്ളത്, ഒരു വീട് വയ്ക്കുന്നതിന് നമുക്ക് മരങ്ങൾ വേണ്ടി വരും, തടി വേണ്ടി വരും. ഇപ്പം അലമാരിക്കോ അങ്ങനെ പണ്ടത്തെ കാലത്ത് കൂടുതൽ വേണമായിരുന്നു. പിന്നെ കഴുക്കോലും അതെല്ലാം ആയിട്ട് മോളി അതിനൊക്കെ തടി കൂടുതൽ വേണമായിരുന്നു. ഇപ്പോൾ അതൊന്നും റൂഫൊക്കെ മിക്കവാറും ഇപ്പോൾ കോൺക്രീറ്റ് ആണ്. പക്ഷെ എന്നാലും മിക്കവാറും അലമാരകളും അതുപോലെ തന്നെ കബോർഡ്, പിന്നെ നമ്മൾ കസര, മേശ, അങ്ങനെയുള്ള ഉരുപ്പടികൾ, അതിനൊക്കെ നമുക്ക് ജനല്, കഥക്, അതിനൊക്കെ സാധനം തടി കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏതൊക്കെ മരങ്ങളാകാം, ഏതൊക്കെ മരങ്ങൾ നല്ലതല്ല, ആ കാര്യങ്ങളൊക്കെ ഈ വൃക്ഷങ്ങൾ എന്നുള്ള ചാപ്റ്ററിനകത്ത് വരും. അപ്പോൾ ഗ്രഹം നിർമ്മിക്കുന്ന സ്ഥലത്ത് വൃക്ഷം മുറിക്കുന്നതിന് മുൻപ് വൃക്ഷപൂജ നടത്തണം. അപ്പോൾ നമ്മൾ ആദ്യം ശരിക്കും ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഭൂമി പൂജയാണ്. ഈ വൃക്ഷപൂജ വരുന്നതിനൊക്കെ മുമ്പേ ഭൂമി പൂജ ചെയ്തിട്ട് വൃക്ഷങ്ങൾ മുറിക്കാവുന്നതാണ്. കാരണം ഈ വൃക്ഷങ്ങളിലൊക്കെ പലതരത്തിലുള്ള എനർജീസ് കാണും. അത് ചിലത് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും, ചിലത് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. ഇങ്ങനെയുള്ള എനർജിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പെർമിഷൻ നമ്മൾ അങ്ങനെ എനർജി, അതിന് പല പേരുകളിൽ വിളിക്കും. എനർജിക്ക് പല പേരുകൾ കൊടുക്കും. പിന്നെ ചില പൈശാചിക ശക്തികളുടെ ഊർജ്ജവും അല്ലെങ്കിൽ ദൈവിക ശക്തികളുടെ ഊർജ്ജങ്ങളും ഒക്കെ ചില പല മരങ്ങളിലും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ട് അവരോടൊക്കെ മുറിക്കാൻ പോവുകയാണ്, ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ് അത് വൃക്ഷപൂജ നടത്തുന്നതാണ്. അതിനാണ് ആ വൃക്ഷപൂജ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഭൂമി പൂജ ചെയ്യും. ഭൂമി പൂജ ചെയ്തിട്ട് വൃക്ഷപൂജ ചെയ്യാവുന്നതാണ്. ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് വൃക്ഷപൂജ ഒരു ദിവസം, ഇപ്പം നാളെയാണ് മരം മുറിക്കുന്നതെങ്കിൽ ഇന്ന് വൃക്ഷപൂജ എപ്പോഴും രാത്രിയിലേ ചെയ്യും. ഭൂമി പൂജ പകലാണ് ചെയ്യുന്നത്. ഉച്ച സമയത്തൊക്കെ 10-11 മണിക്കൊക്കെ തുടങ്ങിയ ഉച്ച വരെയാണ് കൂടുതലും ഭൂമി പൂജ ചെയ്യുന്നത്.
പക്ഷെ വൃക്ഷപൂജ രാത്രി സമയത്ത് ചെയ്താൽ നല്ലത്. ഇപ്പം നാളെയാണ് മരം മുറിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ചെയ്യണം. അപ്പം ഇന്ന് മരം മുറിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ചെയ്യണം. അപ്പോൾ തൊട്ട് മുമ്പത്തെ രാത്രിയാണ് എപ്പോഴും വൃക്ഷപൂജ നല്ലത്. വൃക്ഷപൂജയ്ക്ക് എന്തെല്ലാം വേണം, ഏതൊക്കെ അത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വൃക്ഷപൂജ പലരും നടത്താറില്ല, പക്ഷെ നടത്തുന്ന ആൾക്കാരും ഉണ്ട്. വൃക്ഷപൂജ നടത്തിയിട്ട് മരം മുറിക്കുന്ന കേസ് ശരിക്കും വാസ്തുശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്, വൃക്ഷപൂജ നടത്തിയിട്ടേ മരം മുറിക്കാവും. അതിന് ബൃഹത്സംഹിതയില് വനപ്രവേശ അധ്യായം എന്ന് പ്രത്യേക ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിലായിട്ടൊക്കെ പറയുന്നുണ്ട്. വൃക്ഷങ്ങൾ മുറിക്കുന്ന അതിന്റെ കാര്യങ്ങളും അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ബൃഹത്സംഹിതയില് വനപ്രവേശ അധ്യായത്തിൽ. അപ്പൊ ഈ വൃക്ഷപൂജ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ നമ്മൾ അർച്ചിക്കണം എന്നുള്ളതാണ്. അതിന് പാൽപ്പായസം വേണം, 9 കാര്യങ്ങളാണ് വേണ്ടത്. മോദകം വേണം, അന്നത്തെ തൈര്, പഴയ തൈര് പാടില്ല, അന്നത്തെ തൈര്, മാംസം, പലഹാരം, മോദകം ഒരു പലഹാരമാണ്, അത് കൂടാതെ ഒരു പലഹാരമാണ്, പുഷ്പം, മദ്യം, ധൂപം. ധൂപം പിന്നെ ഇത് കർപ്പൂരം കത്തിച്ചാലും കർപ്പൂരം കത്തിക്കുക, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുക, അതൊക്കെ ധൂപമാണ്. ചന്ദനം ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9 ഐറ്റമായി. അപ്പൊ ഈ 9 ഐറ്റങ്ങൾ വേണം നമുക്ക് അർപ്പിക്കാനായിട്ട്. ഈ 9 ഐറ്റം ഉണ്ടായിരിക്കണം ഈ വൃക്ഷപൂജ നടത്തുമ്പോൾ. അതുപോലെ തന്നെ രാത്രി ദേവതകളായ പിശാച്, രാക്ഷസർ, നാഗങ്ങൾ, വിദ്യാധര ഗന്ധർവന്മാർ, പിതൃക്കൾ, ഇവരെയൊക്കെ പൂജിക്കണം. ഈ വൃക്ഷപൂജ ഇവരെയൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ പൂജിച്ചിട്ട് വേണം അടുത്ത ദിവസം വൃക്ഷം മുറിക്കാൻ. വൃക്ഷപൂജയ്ക്കകത്ത് ഇതെല്ലാം വരും. പിന്നെ നമ്മൾ രാവിലെ തലേന്ന് വൃക്ഷപൂജയൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം മുറിക്കുന്നതിന് മുമ്പായിട്ട് ആ മുറിക്കേണ്ട ഭാഗത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കുടയണം. എവിടെ ഭാഗം മുറിക്കാൻ പോകുന്ന മുറിക്കുന്ന ഭാഗത്ത് ആദ്യം മുറിക്കാൻ പോകുന്ന എവിടെ അവിടുത്തെ വെള്ളം കുടഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ മുറിച്ച് തുടങ്ങാവുന്നു. മരം മുറിക്കുന്നത് ആ മരത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് പ്രദക്ഷിണമായി മുറിക്കണം. അപ്രദക്ഷിണമായിട്ട് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ പാടില്ല, പ്രദക്ഷിണമായിട്ട് മുറിക്കണം. ഇത് പ്രത്യേകം വാസ്തുവിൽ പറയുന്നുണ്ട് വാസ്തുശാസ്ത്രത്തിൽ. ആദ്യം ജലം തളിച്ചിട്ട് വൃക്ഷത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും പ്രദക്ഷിണമായി മുറിക്കണം. അങ്ങനെ പിന്നെ മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വാളുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തുമായാലും ഇപ്പൊ കോടാലി കൊണ്ടോ എന്തുമായിട്ട് മുറിക്കുന്ന കിട്ടാം. മുറിക്കുന്ന ആ മൂർച്ചയുള്ള ഭാഗം, ആ മുറിക്കുന്ന ഉപകരണത്തിന്റെ മൂർച്ചയുള്ള ഭാഗത്ത് പാല്, വെണ്ണ, നെയ്യ് എന്നിവ കൊണ്ട്, ഇപ്പൊ കോടാലി കൊണ്ടാണ് മുറിക്കുന്നത്, കോടാലിയുടെ അല്ല, വാളുകൊണ്ടാണെങ്കിൽ വാള്, അപ്പൊ അതിന്റെ ആ മൂർച്ചയുള്ള ഭാഗം അല്ലെങ്കിൽ മുറിക്കുന്ന ഭാഗം അവിടെ ഈ വെണ്ണയും നെയ്യും പാലും പുരട്ടി ശുദ്ധമാക്കണം എന്നാണ്. അതും ഇത് പറയുന്നുണ്ട്. നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം. അത് ചെയ്തിട്ടേ മുറിക്കാവൂ. അതുപോലെ മരം മുറിഞ്ഞ് വീഴുമ്പം നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും വലിയ ബഹളമോ കരച്ചിലോ കൂക്കുവിളി അട്ടഹാസം ആക്രോശം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ മരം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അത് ദോഷമാണെന്നാണ്. ആ മരം മുറിഞ്ഞ് വീഴുമ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ നമ്മുടെ ചെവി കേട്ടാൽ ഇതൊക്കെ നമ്മൾ പിന്നെ കടയിൽ പോയി മരം വാങ്ങിക്കുമ്പോൾ ഒന്നും അറിയാവില്ല അവിടെ എന്തോ. പക്ഷെ നമ്മൾ മരം മുറിക്കുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മരം ദോഷഫലം തരുന്നതാണെന്നാണ്. ആ മരം ഉപയോഗിച്ച് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ ദോഷഫലം ഉണ്ടാകുന്നതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. മരം മുറിഞ്ഞ് വീഴുമ്പോൾ അട്ടഹാസം, ആക്രോശം, കരച്ചിൽ, കൂക്കുവിളി ഈ ശബ്ദങ്ങൾ കേൾക്കാൻ പാടില്ല. ഇതൊക്കെ ദോഷകരമാണ്. ക്ലേശകരമായ രീതിയിലോ മറ്റു മരങ്ങളിൽ തട്ടിയോ വീഴുന്നത് നല്ലതല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. മരം അധികം വലിയ ചാപ്റ്ററല്ല വൃക്ഷങ്ങൾ. മുറിഞ്ഞു വീഴുന്ന സമയത്ത് ചുവട് തെന്നിപ്പോകുന്നതും മരം ഛിന്ന ഭിന്നമായി പോകുന്നതും നല്ലതല്ല. അത് നമ്മളിങ്ങനെ മരം ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ അതിന്റെ ചുവട് ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് കംപ്ലീറ്റ് മുറിക്കാതെ ആ തൊലിയെങ്കിലും അവിടെ വച്ചിട്ട് വീഴുമ്പോൾ ആ തൊലിയുടെ പിടുത്തം കൊണ്ട് കറക്റ്റ് ഇങ്ങനെ വന്ന് വീഴും. ആ ഒരു പിടുത്തം കാണും. അപ്പൊ അല്ലാതെ ആ ചുവട് ഇങ്ങനെ തെന്നിപ്പോകാൻ പാടില്ല. ഒരു വശം ഇങ്ങനെ പൊങ്ങിപ്പോകും, മറ്റേ വശം ആ മുറിച്ച ഭാഗത്ത് തെന്നിപ്പോകാൻ പാടില്ല. അതാണ് മുറിഞ്ഞു വീഴുന്ന സമയത്ത് ചുവട് തെന്നിപ്പോകുന്നത് നല്ലതല്ല. അപ്പൊ അത് ആദ്യം നമ്മൾ കുറച്ചൊരു സ്ഥലം വെച്ചേക്കണം. ആ ഭാഗം തെന്നിപ്പോകില്ല. ശരിക്കും മുറിഞ്ഞ് വീഴുമ്പോഴേ ഒടിഞ്ഞു പോകുള്ളൂ. അതുപോലെ മരം ഛിന്ന ഭിന്നമായി പോകുന്നത് നല്ലതല്ല.
അത് ദോഷമാണ്. അതുപോലെ മുറിച്ച വൃക്ഷം കിഴക്കോട്ടോ വടക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ വീഴുന്ന നല്ലതാണ്, ബാക്കി ഒരു ഭാഗത്തോട്ട് വീഴാൻ പാടില്ലെന്നാണ്. ആ മുറിഞ്ഞ് വീഴുന്ന വൃക്ഷം ഒന്നുകിൽ വടക്കോട്ട് വീഴണം, അല്ലെങ്കിൽ കിഴക്കോട്ട് വീഴണം, അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് വീഴണം. മറ്റ് ദിശയിലോട്ട് മരം വീഴുന്നത് നല്ലതല്ല. അത് അപ്പോൾ കയറ് പിടിച്ച് അങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇടുകയും ചെയ്യാം. ഇത് നല്ലതാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ വീഴുന്നത് നല്ലതാണ്. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വീഴുന്നത് ദോഷമാണ്. മറ്റ് ദിക്കുകളിൽ വീഴുക ദോഷമാണ്. അതുപോലെ ഭവനത്തോട് വള്ളികളും ചെടികളും ഒക്കെ ഉള്ളത്, അതായത് പിന്നെ ചെറിയ ചെടികൾ ഒക്കെ ഭവനത്തോട് അടുത്ത് കിഴക്കും വടക്കും ആകാം, നല്ലതാണ്. ചെറിയ ഇപ്പോൾ തുളസി ചെടി, ചെമ്പരത്തി, അങ്ങനെയൊക്കെ ചെറിയ ചെടികളും അതിൽ വള്ളികളായിട്ടുള്ളത് അതൊക്കെ ഭവനത്തിൻ്റെ വീടിനോട് അടുത്താകാം. അത് പ്രത്യേകിച്ച് കിഴക്കും വടക്കും. ഉയർന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തെക്കും പടിഞ്ഞാറേ ആകാവും. കിഴക്കും വടക്കും കഴിയുന്നത് ഉയർന്ന വൃക്ഷങ്ങൾ, കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് ഈ ഭാഗത്ത് വലിയ മരങ്ങളൊന്നും നല്ലതല്ല. അങ്ങനെ വൃക്ഷങ്ങൾ തെക്കും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ആകാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് സിമ്പിളാണ്, പുസ്തകം വായിച്ചു നോക്കിയാലും ക്ലിയർ ആവും. ഇത് വീട്, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വരുന്നുള്ള അറിയാൻ വേണ്ടിയുള്ളതാണ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇത് നോർത്ത് ഈസ്റ്റില് നാഗമരം നിങ്ങൾ ചിലപ്പോൾ കേട്ടാണെങ്കിൽ ചില സർപ്പക്കാവിലും ഒക്കെ അല്ലെങ്കിൽ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ നാഗമരം സാധാരണ പലപ്പോഴും കാണാറുണ്ട്. നാഗമരം, അത് ഈ നാഗമരത്തിൽ പ്രത്യേകതയുള്ളത് അത് ധാരാളം വെള്ളം വേണം, ഒരുപാട് വെള്ളം അത് ഭൂമിയിൽ നിന്ന് എടുക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമുക്കറിയാം ഈ ഭൂമിയിലെ ശരിക്കുള്ള നമ്മൾ നേരത്തെ ഈ ചരിവ് പഠിച്ചാണ് നോർത്ത് ഈസ്റ്റ് ഭാഗം താന്നിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഈ പ്ലോട്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം താന്നിരുന്നാൽ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം അവിടെ ഒഴുകിയെത്തും. അപ്പോൾ ഈ നാഗമരം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കൂടുക. അപ്പോൾ അതുകൊണ്ട് അവിടെ താന്നോട്ട് പോയാൽ താഴെ വെള്ളം കൂടുതൽ വരാൻ ഇടയുണ്ട്. അപ്പോൾ നാഗമരം അവിടെ വരുന്നത് ഏറ്റവും നല്ലതാണ് നോർത്ത് ഈസ്റ്റ്. അതിന് പ്രത്യേകിച്ചും ജലം കൂടുതൽ വേണം, വെള്ളം കൂടുതൽ വേണം. അത് കഴിഞ്ഞ് പേരാൽ, കിഴക്ക് വശത്ത് പേരാല്, പ്ലാവ്, ഇലഞ്ഞി, ഇതെല്ലാം കിഴക്ക് വശത്ത് നല്ലതാണ്. അതുപോലെ അത്തി, കമുക്, പുളി, ഇതൊക്കെ തെക്ക് വശത്ത് നല്ലതാണ്. പടിഞ്ഞാറ് വശത്ത് അരയാൽ, തെങ്ങ്, ഏഴിലംപാല. വടക്ക് വശത്ത് ഇത്തി, മാവ്, ഇതൊക്കെ വടക്ക് വശത്ത് നല്ല. ഇതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ലതാണ് ഈ മരങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ ഇപ്പൊ കിഴക്ക് വശത്ത് വരേണ്ട മരങ്ങൾ, ഇപ്പൊ പേരാല്, പ്ലാവ്, അതൊക്കെ കിഴക്ക് വശത്ത് വരേണ്ട മരങ്ങളാണ്. അത് പടിഞ്ഞാറ് വശത്ത് വന്നാൽ ദോഷമാണ്. കിഴക്ക് വശത്ത് ഉത്തമമായിട്ടുള്ള മരങ്ങൾ പടിഞ്ഞാറ് വശത്ത് അധമമാണ്. അതുപോലെ വടക്ക് വശത്ത് ഉത്തമമായ മരങ്ങൾ തെക്ക് വശത്ത് അധമമാണ്. അതുപോലെ തിരിച്ചും തെക്ക് വശത്ത് ഉത്തമമായി. ഇപ്പോൾ ഉദാഹരണത്തിന് കമുക് തെക്ക് വശത്ത് നല്ലതാണ്, അത് വടക്ക് വശത്ത് പാടില്ല എന്നാണ്. തെങ്ങ് പടിഞ്ഞാറ് വശത്ത് നല്ലതാണ്, കിഴക്ക് വശത്ത് പാടില്ല. പ്ലാവ് കിഴക്ക് വശത്ത് നല്ലതാണ്, പടിഞ്ഞാറ് വശത്ത് പാടില്ല. അപ്പോൾ അങ്ങനെ മാവ് വടക്ക് വശത്ത് നല്ലതാണ്, തെക്ക് വശത്ത് പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോ മരങ്ങളും ഏത് ഭാഗത്ത് വരാം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തിൽ അത് ദോഷഫലം ചെയ്യുന്നതാണ്. ഉത്തമമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് അധമമായ സ്ഥലമാണ്. മറ്റ് രണ്ട് സ്ഥലങ്ങളും, ഉദാഹരണത്തിന് മാവ് വടക്ക് വശത്ത് നല്ലതാണ്, തെക്ക് വശത്ത് ദോഷമാണ്. കിഴക്കും പടിഞ്ഞാറും അതിന് മധ്യമമാണ്, അത് ദോഷവും ഇല്ല ഗുണവും ഇല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കമുക് എടുത്താൽ കമുക് തെക്ക് വശത്ത് നല്ലതാണ്, വടക്ക് വശത്ത് ദോഷമാണ്. പക്ഷെ കിഴക്കും പടിഞ്ഞാറും എടുക്കുകയാണെങ്കിൽ അതിന് ദോഷവും ഇല്ല ഗുണവും ഇല്ല, മധ്യമമാണ്. ഏതായാലും തെങ്ങ് എടുക്കുകയാണെങ്കിൽ തെങ്ങ് പടിഞ്ഞാറ് വശത്ത് നല്ലതാണ്, കിഴക്ക് വശത്ത് ദോഷമാണ്. വടക്കും തെക്കും തെങ്ങ് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല, മധ്യമമാണ്, ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനുള്ള ദോഷങ്ങൾ, ഇന്ന ദോഷങ്ങൾ അത് പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുമിഴ്, കൂവളം, കടുക്കാമരം, കൊന്ന, അതായത് ഈ മരങ്ങളൊക്കെ വീടിൻ്റെ മുൻവശത്താകാൻ പുറവശത്താകാൻ പാടില്ലാത്തതാണ്. മുൻവശത്താകാൻ പാടില്ല, പുറകുവശത്ത് രണ്ട് സൈഡിലും ആകാം.
ഈ പറഞ്ഞ മരങ്ങളൊക്കെ വീടിന്റെ മുൻവശത്ത് പാടില്ല. എങ്ങോട്ടായാലും വീട് തെക്കോട്ടോ കിഴക്കോട്ടോ ആയത് തെക്കിനെയോ പടിഞ്ഞാറ്റിനെയോ കിഴക്കിനെയോ വടക്കിനെയോ ഏതും ആകട്ടെ, അതിന്റെ മുൻവശത്ത് നല്ലതല്ല, പുറകുവശത്തും രണ്ട് വശങ്ങളിലും ആകാമെന്നാണ്. കുമിഴ്, പൂവളം, കടുക്കാമരം, കൊന്ന, നെല്ലി, ദേവദാരം, അശോകം, പുന്ന, ചന്ദനം, ചെമ്പകം, കരിങ്ങാലി, ഇതൊക്കെ ഇരുപാർശ്വങ്ങളിലും പുറകിലും ആകാം, മുൻവശത്ത് പാടില്ല. ഇത് നമ്മൾ നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുൻവശത്ത് നെല്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിന് ദോഷമാണ്. അപ്പോൾ അത് ഒരു വളരെ ദൂരെയാണെങ്കിൽ ശരി, പക്ഷെ ഒരു കുറെ വിത്തിനടുത്തൊക്കെ ആണെങ്കിൽ ദോഷമാണ്. അതുപോലെ മുല്ല, തുളസി ഇതൊക്കെ എവിടെയാകാം. വാഴ, പിച്ചകം, അത് പിച്ചിപ്പൂ, പിച്ചിയുടെ, വെറ്റില, ഇതൊക്കെ ഏത് ഭാഗത്തും ആകാം, ഏത് ദിശയിലും ഓക്കെയാണ്. ഞാൻ വിചാരിക്കുന്നു. അടുത്തോട്ട് പോകാം. ഇത് നമ്മൾ വീടിനെ 9 ഭാഗിക്കുന്നു. അതായത് നമുക്ക് പിന്നെ ദിശ അനുസരിച്ച് ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സെൻറ്റർ. ഇപ്പം ഇത് നോക്കുക. സൗത്ത് ഈസ്റ്റ് മുതൽ, ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റും തെക്ക് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഇത്രയും സ്ഥലങ്ങളിൽ, ഈ ഇത്രയും സ്ഥലങ്ങളിലും ആഞ്ഞിലി നല്ലതാണ്. അത് തെക്ക് കിഴക്ക് മുഴുവനാകാം, തെക്ക് ഭാഗത്താകാം, തെക്ക് പടിഞ്ഞാറാകാം, പടിഞ്ഞാറാകാം. അത് പക്ഷേ വടക്ക് പടിഞ്ഞാറും വടക്കും വടക്ക് കിഴക്കും കിഴക്കും ആഞ്ഞിലി നല്ലതല്ല. ഇത്രയും ഭാഗങ്ങളിൽ ആഞ്ഞിലി ആകാം, നല്ലതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആഞ്ഞിലി നല്ലതാണ്, ടിക്ക് ചെയ്തേക്കുന്നു. അടുത്തത് അമ്പഴം, വടക്കുവശം നല്ലതാണ്. മറ്റുള്ള സ്ഥലത്ത് അമ്പഴത്ത് വടക്കുവശമാണ് നല്ലത്. വടക്കുവശം നല്ലതായിട്ട് തെക്കുവശം എനിക്ക് ദോഷമാണ്. കിഴക്കും പടിഞ്ഞാറും പിന്നെ മധ്യമമാണ്. ഇവിടെ നോക്കുക, ഒരു ആരോ ഇടത്തുവശത്ത് ആരോ കിടക്കുന്ന നോക്കുക. അപ്പോൾ അതായത് വടക്കെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. ആ 2 ആരോ, അതാണ് വടക്കെന്ന് പറഞ്ഞ ഭാഗം. അതിന് മുകളിലോട്ട് വടക്ക് കിഴക്കും താഴോട്ട് വടക്ക് പടിഞ്ഞാറുമാണ്. മുകളിൽ പറഞ്ഞാൽ കിഴക്കോട്ട് വടക്ക് കിഴക്ക്, പടിഞ്ഞാറോട്ട് വടക്ക് പടിഞ്ഞാറ്. മുള കോണുകളിലെ ഏത് കോണായാലും 4 കോണുകളിലും മുളയാകാവുന്ന മുള കോണുകളിൽ നല്ലതാണ്. അത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ 4 ഭാഗത്തും മുളയാകാം. വശങ്ങളിലല്ല നല്ലത്, മൂലകളിലാണ് മുള നല്ലത്. കൂടുതൽ മുള്ളുള്ള വൃക്ഷങ്ങളും ചെടികളും അധികം പാലുള്ള വൃക്ഷങ്ങളും, ഉദളം, കടലാവണക്ക, അതൊക്കെ പാലുള്ള വൃക്ഷങ്ങളാണ്. ഇതൊക്കെ ഗ്രഹത്തോട് ചേർന്ന് നല്ലതല്ല. ഇപ്പം നമുക്ക് ചെടികളിൽ, മുള്ളുള്ള ചെടികളിൽ ഗ്രഹത്തോട് ചേർന്ന് വരാമെന്ന ഒരെണ്ണമുണ്ട്, റോസ. റോസ് വീടിനോട് അടുത്ത് വരാം എന്ന് പറയുന്നുള്ളത്. മുള്ളുള്ള ചെടി, റോസയ്ക്ക് മുള്ളുണ്ട്. മറ്റു മുള്ളുള്ള ചെടികളൊക്കെ വീടിൻ്റെ അടുത്ത് പാടില്ല എന്നാണ്. മുള്ളുള്ള വൃക്ഷങ്ങളും ചെടികളും അധികം പാലുള്ള വൃക്ഷങ്ങളും ഗൃഹത്തോട് ചേർന്ന് നല്ലതല്ല. ഉള്ളിൽ കാതലുള്ള വൃക്ഷങ്ങൾ, അതായത് നമ്മൾ അന്തസാരം, ബഹിർസാരം, പിന്നെ സർവസാരം, നിസാരം, ഇങ്ങനെ 4 വിധത്തിൽ വൃക്ഷങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിൽ അതിൻ്റെ കട്ടി, ഉള്ളിൽ കട്ടിയും വെളിയിൽ കട്ടി കുറഞ്ഞുള്ളതാണ് അന്തസാരം. പുറത്ത് കട്ടിയും അകം കട്ടി കുറഞ്ഞുള്ളതാണ് ബഹിർസാരം. അകത്തും പുറത്തും കട്ടിയാണ് ഈ സർവസാരം. അകത്തും പുറത്തും കാതലുള്ളവ സർവസാരം. അകത്തും പുറത്തും കാതലില്ലാത്തതാണ് നിസ്സാരം. കാതലില്ലാത്ത ഒരിടത്തും അകത്തും കാതലില്ല, വെളിയിലും കാതലില്ല, നിസ്സാരമാണ്. ഇങ്ങനെ 4 വിധത്തിൽ മരങ്ങളെ വൃക്ഷങ്ങളെ പിന്നെ വിഭജിച്ചിട്ടുണ്ട്. ഇത് നോക്കാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്ലാവ്,
ആഞ്ഞിലി, വേങ്ങ, കറവേങ്ങ, വെൺതേക്ക്, ഇതെല്ലാം അന്തസാര വൃക്ഷങ്ങളാണ്. അതായത് ഉള്ളിൽ നല്ല ഹാർഡായിരിക്കും, വെളിയിൽ അത്ര ഹാർഡ് കാണത്തില്ല. തെങ്ങ്, കമുക്, കരിമ്പന, പന, ഇങ്ങനെയുള്ളതെല്ലാം ബഹിർസാരമാണ്. വെളിയിൽ നല്ല കട്ടിയാണ്, അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ബഹിർസാരം. ഇനി പിന്നെ നമ്മുടെ തേക്ക്, ഈട്ടി, അതൊക്കെ സർവ്വസാരമാണ്, രണ്ടിടത്തും കട്ടിയാണ്. തേക്ക്, ഇരുൾ, ഇട്ടി, പുളി, ഇതൊക്കെ സർവ്വസാരമാണ്. നിസ്സാരം എന്ന് പറയുന്നത് ഇപ്പം മുരിങ്ങ, അതിനുള്ളതൊക്കെ നിസ്സാരമാണ്. മുരിങ്ങ, കിളിമരം, മുരുക്ക്, ഏഴിലം പാല, ഇതൊക്കെ നിസ്സാരം, അതായത് അകത്തും പുറത്തും കാതലില്ലാത്തതാണ്. ഇനി 4 മരങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 തരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം വീടാണെങ്കിൽ ഇത് വീടിന് ചുറ്റി ഏറ്റവും അടുത്ത് വരാവുന്ന, അതായത് തൊട്ടടുത്ത ഈ സർക്കിൾ വീടിനോട് ഏറ്റവും അടുത്ത് വരുന്നത് ഒന്നെന്ന് പറയുന്നത് അന്തസാരമാണ്. ഏറ്റവും അടുത്ത് വരുന്ന അന്തസാര വൃക്ഷങ്ങളായിരിക്കണം ഏറ്റവും അടുത്ത്. അതിന് വെളിയിലായിരിക്കണം 2 എന്ന് പറയുന്നത് സർവ്വസാര വൃക്ഷങ്ങൾ. അപ്പോൾ ആദ്യം അന്തസാര വൃക്ഷങ്ങൾ, അത് കഴിഞ്ഞിട്ട് സർവ്വസാര വൃക്ഷങ്ങൾ വരണം. അത് കഴിഞ്ഞ് മൂന്നാമത്തത് ബഹിർസാര വൃക്ഷങ്ങൾ. അത് കഴിഞ്ഞ് ഏറ്റവും വെളിയിലായിരിക്കണം, വീട്ടിൻ്റെ ഏറ്റവും ദൂരെ മാറിയായിരിക്കണം നിസ്സാര വൃക്ഷങ്ങൾ. ഇങ്ങനെയാണ് വാസ്തു പറഞ്ഞത്. ഏറ്റവും അടുത്ത അന്തസാര വൃക്ഷങ്ങൾ, അത് കഴിഞ്ഞ് സർവ്വസാര വൃക്ഷങ്ങൾ, അത് കഴിഞ്ഞ് ബഹിർസാര വൃക്ഷങ്ങൾ, അത് കഴിഞ്ഞ് നിസ്സാര വൃക്ഷങ്ങൾ. ഇങ്ങനെ ഈ ഒരു ഇതിൽ വേണം നമ്മൾ വൃക്ഷങ്ങൾ നടാൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. കാഞ്ഞിരം, താന്നി, പീലു, ചേര്, ഒക്കെ ചില പേരുകളൊന്നും കേട്ട് കാണത്തില്ല, പലതരത്തിലുള്ള മരങ്ങളാണ്. വയ്യങ്കതവ്, പിശാച വൃക്ഷം, അത് പിശാചുക്കളുടെയൊക്കെ സാന്നിധ്യമുള്ള വൃക്ഷം. എരുമക്കള്ളി, മുരിങ്ങ, നറുവരി, കാപ്പിമരം, ഇതൊക്കെ വീട്ടിൽ ഒരു ഭാഗത്തും പാടില്ലാത്ത വൃക്ഷങ്ങളാണ്. വേപ്പൊക്കെ പല്ലും നല്ല ഔഷധം ഇതൊക്കെ പറഞ്ഞ് കൊണ്ട് നടാറുണ്ട്. പക്ഷെ വേപ്പ് വീടിനടുത്ത് പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്, മനുഷ്യാലയത്തിലൊക്കെ പറയുന്നുണ്ട്. കള്ളിമരം, കുറുമൂസ്, ഇങ്ങനെ ഈ മരങ്ങളൊന്നും തന്നെ എല്ലാ ഭാഗത്തും നല്ലതല്ല, വീടിൻ്റെ ഒരു ഭാഗത്തും പാടില്ലാത്തതാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് മനുഷ്യാലയത്തിൽ പറയുന്നുണ്ട്. അരയാല്, കിഴക്ക്, അരയാല് ശരിക്കും പടിഞ്ഞാറാണ് വരേണ്ടത്. അരയാല് കിഴക്ക് വന്നാൽ അഗ്നിഭയം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇത്തി ശരിക്കും വരേണ്ടത് വടക്കാണ്. തെക്കുവശത്ത് ഇത്തി വന്നാൽ അത് ചിത്തഭ്രമം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പേരാല് വരേണ്ടത് ശരിക്കും കിഴക്കാണ്. അത് പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ആയുധം കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകുന്നതാണ്. അത്തി അത് ശരിക്കും വരേണ്ടത് വടക്കുവശമാണ്, തെക്കുവശമാണ് വരേണ്ടത്. വടക്കുവശത്ത് വന്നു കഴിഞ്ഞാൽ ഉദരവ്യാധി, വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എതിരായിട്ടുള്ള അതിൻ്റെ ഉത്തമമായ സ്ഥലത്ത് നിന്ന് നേരെ എതിരെ വന്നാലുള്ള ദോഷങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. മനുഷ്യാലയ ചന്ദ്രികയിൽ വിപരീത സ്ഥലങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങൾ മുറിച്ച് കളയണമെന്നാണ്. അപ്പോൾ ഒരു സ്ഥലത്തിൽ ദോഷമായിട്ടുള്ള, ഉദാഹരണത്തിന് തെങ്ങ് കിഴക്ക് വശത്ത് വന്നാൽ, അല്ലെങ്കിൽ പിന്നെ കമുക് വടക്ക് വശത്ത് വന്നാൽ, അതുപോലെ മാവ് തെക്ക് വശത്ത് വന്നാൽ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വീടിനടുത്ത് വന്നു കഴിഞ്ഞാൽ അത് മുറിച്ച് കളയണം എന്നാണ് മനുഷ്യാലയത്തിൽ പറയുന്നത്. വിപരീത സ്ഥലങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങൾ മുറിച്ച് കളയണം. വേറൊരു പറയുന്നുണ്ട് മനുഷ്യാലയത്തിൽ തന്നെ, സ്വർണമയമായ വൃക്ഷമാണെങ്കിലും
നീളത്തിന്റെ ഇരട്ടിയിലധികം അകന്നല്ലെങ്കിൽ വെട്ടിക്കളയണം. അതായത് നമുക്കൊരു മരം മാക്സിമം എത്ര വരെ വരുന്നറിയാം, ഒരു മരത്തിന്റെ വളർച്ച ഉദ്ദേശം നമുക്കറിയാം. അപ്പൊ ആ ദൂരത്തിന്റെ ഇരട്ടി ദൂരത്തെ ആ മരം വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ശരിക്കും സിറ്റിയിലൊന്നും അത് പറ്റില്ല അങ്ങനെ ചെയ്യാനായിട്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, കൂടുതൽ ഏരിയ സ്ഥലം ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. അതായത് ഇപ്പൊ ഒരു തെങ്ങാണെങ്കിൽ ഒരു തെങ്ങിന്റെ പൊക്കം ഇത്രയാണെന്ന് അറിയാം, ആ തെങ്ങിന്റെ ഇരട്ടി ദൂരത്തെ വീട്ടിൽ നിന്ന് തെങ്ങ് വരാവുന്നതാണ്. അതാണ് സ്വർണ്ണമയമായ വൃക്ഷമാണെങ്കിലും നീളത്തിന്റെ ഇരട്ടിയിലധികം അകന്നല്ലെങ്കിൽ, ആ മരത്തിന്റെ ആ വൃക്ഷത്തിന്റെ നീളത്തിന്റെ ഇരട്ടിയിലധികം അകന്നല്ലെങ്കിൽ വെട്ടിക്കളയണം. മനുഷ്യാരിയെതിരെ പറയുന്നതാണ്. ഒരു ദിശയിൽ ഉത്തമം, എതിർ ദിശയിൽ അധമം, മറ്റ് ദിശകളിൽ മധ്യമം. നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ദിശയിൽ ഉത്തമമായിട്ടുള്ള വൃക്ഷങ്ങൾ അതിന്റെ എതിർ ദിശയിലെ അധമമാണ്, മറ്റു രണ്ട് ദിശകളിലും മധ്യമമാണ്. പൊൻകായ്ക്കുന്ന മരമാകിലും പുരയ്ക്ക് മീതെ ചാഞ്ഞിയിടുകിൽ മുറിച്ചിടണം. അതുപോലെ തണലുള്ള വൃക്ഷങ്ങൾ, ഫലം തരുന്ന വൃക്ഷങ്ങൾ, പുഷ്പമുള്ള വൃക്ഷങ്ങൾ, ഇല കൊഴിയുന്ന വൃക്ഷങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ ഓരോ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഓരോന്നിനും പ്രത്യേക സ്ഥാനമുണ്ട്. ഗ്രഹത്തിന്റെ പൊക്കം വശങ്ങളിലേക്ക് എടുത്താൽ അതിനകത്ത് വരുന്ന വൃക്ഷങ്ങൾ കൊണ്ടാണ് വൃക്ഷങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ നിശ്ചയിക്കേണ്ടതെന്നും പറയുന്നുണ്ട് പുസ്തകത്തിൽ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു തെങ്ങാണെങ്കിൽ ആ തെങ്ങ് മറ്റേതിനകത്ത് തെങ്ങിന്റെ ഇരട്ടി നീളം മാറുന്ന മനുഷ്യാരിയെ പറയുന്നു. പക്ഷെ അതേസമയം പല ഇത് പറഞ്ഞേക്കുന്നത് ആ വീടിന്റെ പൊക്കം നമ്മൾ വശത്തേക്ക് എടുക്കുക. ആ വീടിന്റെ വെളിയിൽ നിന്ന് വീടിന് എത്ര പൊക്കമുണ്ടോ അത്രയും പൊക്കം എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന മരങ്ങളാണ് പിന്നെ അതിനകത്ത് വരുന്ന വൃക്ഷങ്ങളാണ് വൃക്ഷങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ നിശ്ചയിക്കുന്നതെന്നാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന മരങ്ങൾക്ക് അത്രത്തോളം ദോഷങ്ങളൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ വരണമെങ്കിൽ വീടിന്റെ പൊക്കത്തിന്റെ അകത്ത് നിൽക്കണം എന്നാണ്. വൃക്ഷശുഭാശുഭത്വം വീട് നിർമ്മിക്കുന്നതിനുള്ള വൃക്ഷങ്ങളുടെ ഇതാണ്. ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് ആവശ്യമായ തടി ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു തരം വൃക്ഷം എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് തേക്കാണ്, അല്ലെങ്കിൽ എല്ലാം കംപ്ലീറ്റ് പിന്നെ പിന്നെ പ്ലാവാണ്, അല്ലെങ്കിൽ ആഞ്ഞിലിയാണ്. അപ്പൊ ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് ആവശ്യമായ തടി ഒരു വൃക്ഷം, ഒരു തരം വൃക്ഷം. ഒരു വൃക്ഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു തരം വൃക്ഷത്തിലാണെങ്കിൽ അത് നല്ലതാണെന്നാണ്. രണ്ട് വൃക്ഷത്തിൽ നിന്ന് രണ്ട് തരം വൃക്ഷം, കുറെ ഭാഗം തേക്കുണ്ട്, കുറെ ഭാഗം പ്ലാവുണ്ട്, അങ്ങനെ രണ്ട് തരം വൃക്ഷത്തിൽ നിന്നാണെങ്കിൽ അത് മധ്യമമാണ്. മൂന്നോ അതിൽ കൂടുതൽ തരം വൃക്ഷങ്ങളാണെങ്കിൽ അത് അധമമാണെന്നാണ്. എല്ലാ ഭാഗങ്ങളും വീടിന് ആവശ്യമുള്ള എല്ലാം ഒരേ വൃക്ഷത്തിൽ, ഒരു വൃക്ഷം ഒറ്റ വൃക്ഷത്തിൽ നിന്നല്ല, ഒരു തരം വൃക്ഷം. ആഞ്ഞിലിയാണെങ്കിൽ ആഞ്ഞിലി, തേക്കാണെങ്കിൽ തേക്ക്, അങ്ങനെയുള്ള ഒരു തരം വൃക്ഷമാണെങ്കിൽ ഉത്തമമാണ്, രണ്ട് തരം വൃക്ഷമാണെങ്കിൽ മധ്യമമാണ്, മൂന്ന് തരത്തിലുള്ള വൃക്ഷമാണെങ്കിൽ അധമമാണ്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അതുപോലെ പാലുള്ള വൃക്ഷം, ഫലം തരുന്ന വൃക്ഷം, ഇതൊന്നും ഉപയോഗിക്കുന്ന നല്ലതല്ല, പുത്രശോഭം ഉണ്ടാക്കുന്ന. കാരണം ഇപ്പൊ നമുക്കറിയാം ഫലം തരുന്ന വൃക്ഷം, ഇപ്പൊ നമ്മൾ പ്ലാവ് അല്ലെങ്കിൽ പ്ലാവ് നമ്മൾ വീട് പണിയാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഫലം തരുന്ന വൃക്ഷം അല്ലെ, പിന്നെ എങ്ങനെ എടുക്കുന്നു ചോദിക്കും. പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മുറ്റിയ ഒരു പ്ലാവ് ശരിക്കും അതിന്റെ ഒരു സമയമുണ്ട്, ആ സമയം വരെ അതിന് ചക്ക ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫലം ഉണ്ടാവില്ല, ചക്ക ഉണ്ടാവില്ല. ആ സമയത്തെ അത് മുറിക്കാവുന്നതാണ്. അപ്പോൾ നല്ല മുറ്റിയതായിരിക്കും. അപ്പോൾ ഫലം തരുന്ന സമയത്ത് മുറിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ആ ഫലം ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ അതിന് ഫലം ഉണ്ടാവില്ല. അങ്ങനെ ആ പാലുള്ള വൃക്ഷമായാലും ഫലം തരുന്ന വൃക്ഷമായാലും അത് പാല് അല്ലെങ്കിൽ ഫലം തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ പുത്രശോഭം ഉണ്ടാകുന്ന. അത് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടേ അത് മുറിക്കാവുന്നു. അതുപോലെ മുള്ളുള്ള വൃക്ഷം കലഹം ഉണ്ടാക്കും. കാക്ക കൂടുകെട്ടിയ വൃക്ഷം ധനക്ഷയം ഉണ്ടാക്കും. ഒക്കെ പല ബുക്കുകളിലായിട്ട് പറയുന്നതാണ്. ശ്മശാനത്തിലുള്ള വൃക്ഷം മരണഭയത്തെ ഉണ്ടാക്കും. ഇടിവെട്ടിയ വൃക്ഷം ഇടിമിന്നൽ ഭയം ഉണ്ടാക്കും. കാറ്റ് വീഴ്ചയുള്ള മരം വാദഭയം ഉണ്ടാക്കും. ഇതൊക്കെ ക്ലിയർ ആയിരിക്കുന്നു. ഒക്കെ സിമ്പിളാണ്, ഒന്നുമില്ല. വഴിയിലെ വൃക്ഷം കുലധ്വംസകാരി, അത് കുലത്തിന് തന്നെ ദോഷം ഉണ്ടാകുന്നതാണ്. കുലവൃക്ഷം
ധനനാശം ഉണ്ടാക്കും. അത് നമ്മുടെ പിന്നെ അതായത് നമുക്കൊരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് കുലമാണ്. അങ്ങനെ അവിടെ വരുന്ന വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ തറവാട്ടിൽ വരുന്ന വൃക്ഷങ്ങളൊക്കെ കുലവൃക്ഷമാണ്. കുലദേവ വൃക്ഷം ഇതാണ് കുടുംബദേവത. കുടുംബദേവത നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വൃക്ഷമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയത്തെ ഉണ്ടാക്കും. പൊക്കം കുറഞ്ഞ മരം, അത് പൊക്കം കുറഞ്ഞ സന്തതികളെ ഉണ്ടാക്കുന്നതാണ്. ഉയരം കുറഞ്ഞ സന്തതി ഉണ്ടാകും. അത്യന്തം ജീർണിച്ച വൃക്ഷം വീട് ക്ഷയിപ്പിക്കും. വള്ളികൾ പടർന്ന വൃക്ഷം ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. പുഷ്പമുള്ള വൃക്ഷം കുലനാശം ഉണ്ടാക്കും. സർപ്പം വസിച്ചിരുന്ന വൃക്ഷം സർപ്പഭയം ഉണ്ടാക്കും. ദേവാലയത്തിലെ വൃക്ഷം, ദേവാലയത്തിലെ മരങ്ങളൊക്കെ മുറിച്ച് വീട് വയ്ക്കാൻ എടുത്താൽ നാശം വരുത്തും. ഗൃഹത്തിന് വെളിയിലേക്ക് ഇറങ്ങുവാനുള്ള എല്ലാ കഥകൾക്കും ഒറ്റ തരത്തിലുള്ള മരമേ ഉപയോഗിക്കാവൂ. അതിപ്പം നമ്മൾ ഒരു ഡോർ ചെയ്യുകയാണെങ്കിൽ വെളിയിലോട്ട്, മെയിൻ ഡോർ നമ്മൾ വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പം അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കട്ടിളയും കഥകളും എല്ലാം ഒരേ മരമായിരിക്കണം. ഇപ്പം കട്ടിള തേക്കാണെങ്കിൽ കഥകും തേക്കായിരിക്കണം. കട്ടിള പ്ലാവാണെങ്കിൽ ഇതും പ്ലാവായിരിക്കും. അപ്പം രണ്ട് തരത്തിലുള്ള മരം ഉപയോഗിച്ച് അത് ഇത് ശരിക്കും വെളിയിലേക്ക് ഇറങ്ങുന്നതല്ല, ഏത് വാതിലിനും ബാധകമാണ്. ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു ജനലിന് ഒരേ തരത്തിലുള്ള മരമേ ഉപയോഗിക്കാവൂ. തേക്ക്, വേങ്ങ, ഇലിപ്പ, മുളപ്പൂമരുത്, ചന്ദനം, പ്ലാവ്, ദേവദാരു, ഇതൊക്കെ ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായ മരങ്ങളാണ്. ഗൃഹം നിർമ്മിക്കാൻ ഉത്തമമായ മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ. അതുപോലെ വേങ്ങ, തോട്ടുകാര, ചന്ദനം, മരമഞ്ഞൾ, ദേവദാരു, പനച്ചി, മരുത്, കുമ്പിൾ, അഞ്ജനം, പതിമുഖം, തേക്ക്, ഇരുമുള്ള്, ഇതെല്ലാം സ്തംഭങ്ങൾക്ക്, അതായത് ഇത് മറ്റേ സമുദ്രം വേറെ വരും. ഇത് കട്ടിൽ ചെയ്യാൻ നല്ലതാണ്. കട്ടിലുകൾക്ക് നല്ലതാണ്. കരിങ്ങാലി, മുളപ്പൂമരുത്, ഇലപ്പ, ഇരുപൂശ, മരുത്, ചെറുതേക്ക്, ചന്ദനം, നീർമരുത്, അശോകം, ഇലഞ്ഞി, പ്ലാവ്, വന്നി, കരിമ്പന, ദേവദാരു, ഈ മരങ്ങളെല്ലാം സ്തംഭവൃക്ഷങ്ങൾ. അതായത് പിന്നെ തൂണിനൊക്കെ നല്ലതാണ്. അങ്ങനെ സ്തംഭങ്ങൾ, കൊടിമരം, അതിനൊക്കെ നല്ലതാണ്. സ്തംഭവൃക്ഷങ്ങൾ കൊടിമരത്തിനും തൂണുകൾക്ക് നല്ലതാണ്. പോടുള്ള വൃക്ഷങ്ങൾ, വർഷത്തിൽ എല്ലാ സമയവും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നല്ലതല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പൊട്ടലുള്ളവ, വളഞ്ഞിരിക്കുന്നവ, ശുഷ്കിച്ചിരിക്കുന്നവ, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതല്ല, ദോഷഫലം ഉണ്ടാകും. ദേവന്മാരും മനുഷ്യരും ആശ്രയിക്കുന്നതും ധാരാളം പക്ഷികളും മൃഗങ്ങളും അധിവസിക്കുന്നതുമായ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ലെന്നാണ്. വായു, അഗ്നി എന്നിവയാൽ ദുഷിക്കപ്പെട്ട വൃക്ഷങ്ങൾ, ആനയുടെ കൊമ്പുകൊണ്ട് ദോഷപ്പെട്ടവ, നദിയുടെ സംഗമസ്ഥാനത്തുള്ളവ, ഇങ്ങനെയുള്ള മരങ്ങളും തടാകം, കിണർ എന്നിവയുടെ മധ്യത്തിലുള്ളവ, ഇതൊന്നും നല്ലതല്ല. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ അവരെടുത്തിട്ട് അത് നിർത്താം. നറുമം, കടമ്പ്, മന്ദാരം, കിംശുകം, കടുക്കാമരം, മാതളം, നീർമരുത്, അമ്പഴം, ഏഴിലമ്പാല, കാഞ്ഞിരം, പേരാൽ, നാഗദന്തി, അരയാൽ, ഇത്തി, മുള്ളിലവ്, പനച്ചി,
നന്ദിയാർവട്ടം, ഇലന്ത, വിളാർ, നാഗപ്പൂവ്, ഉമ്മത്ത്, പൂത്തുലഞ്ഞി, പലകപ്പയ്യാനി, പുളി, പാതിരി, അശോകം, കർപ്പൂരം, അകിൽ, രക്തചന്ദനം, എരിക്ക്, ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊന്നും ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതാണ്. ഗൃഹനിർമ്മാണത്തിന് പാടില്ല. ദേവാലയങ്ങൾക്ക് ഇതാകാന്ന് പറയുന്നുണ്ട്, വീടുകൾക്ക് നല്ലതല്ല. ഇനി ഇതിവിടെ ആകുമ്പോൾ തീരും. സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. ചുവട് മുതൽ അഗ്രം വരെ വൃത്താകൃതിയിലുള്ളതും ദൃഢമായ ശാഖകളുള്ളതുമാണ് പുരുഷ വൃക്ഷം. അതുപോലെ ചുവട് തടിച്ച് മുകളിലേക്ക് കൂർത്തു വരുന്നവ, ഇതാണ് സ്ത്രീ വൃക്ഷങ്ങൾ. അതുപോലെ മൂലാഗ്രങ്ങൾ കൃശമായും മധ്യം സ്ഥൂലവും, അതായത് മുകളിലറ്റവും താഴ്വശവും വീതി കുറഞ്ഞിരിക്കും, മധ്യം വന്ന് സ്ഥൂലമായിട്ടും വണ്ണം കൂടിയിരിക്കും. അങ്ങനെയുള്ള അതാണ് നപുംസക വൃക്ഷങ്ങൾ. ഇതില് മുഹൂർത്ത ഗർഭം, അതായത് മുഹൂർത്ത കുറ്റി അടിക്കാനായിട്ട് സ്തംഭം, ഇതിനൊക്കെ പുരുഷവൃക്ഷം ആകാം. അതുപോലെ മറ്റ് ജോലികൾക്ക് സ്ത്രീ വൃക്ഷവും ഉത്തമമാണ്. നപുംസക വൃക്ഷം പൊതുവെ വീട് വരയ്ക്ക് നല്ലതല്ല. ഇതോടി വൃക്ഷങ്ങൾ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊരു മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ നോക്കണം. പിന്നെ വൃക്ഷങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഇതുണ്ട്. ഇത് ശരിക്കും വൃക്ഷങ്ങളെ പറ്റിയൊക്കെ വളരെ കൂടുതൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ട ഓരോ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് അന്തസ്സാരം, അന്തസ്സാര വൃക്ഷങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്ത് വരാം, ആദ്യം വരുന്ന ഏതാണ്, രണ്ടാമത് വരുന്ന ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. എന്താണ് ഈ അന്തസ്സാര വൃക്ഷങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൃക്ഷം വരാം, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൃക്ഷം നല്ലതല്ല, ഈ കാര്യങ്ങൾ നമ്മൾ അതെല്ലാം കവർ ചെയ്തു. അതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഒരു സെക്കൻഡ് വൃക്ഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ ദേവതാ സങ്കല്പം. അടുത്ത ക്ലാസ് നമ്മൾ എടുക്കുന്നത് ദേവതാ സങ്കല്പമാണ്. അപ്പം അതിൽ പിന്നെ ഈ സ്പിരിച്വൽ ആസ്പെക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പല എനർജി, ഓരോ എനർജിക്കാണ് ഓരോ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഗുണകരമായ എനർജിക്കൊക്കെ ദൈവത്തിൻ്റെയും അങ്ങനെയുള്ള പേരുകളൊക്കെയാണ്. ദോഷകരമായ ഊർജത്തിന് പിശാചുക്കളുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പൈശാചിക ശക്തികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. രാക്ഷസന്മാരുടെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൂതന എന്നൊക്കെ പറഞ്ഞ ഓരോ എനർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അങ്ങനെ പേര് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ദോഷകരമായ എനർജി, ഗുണകരമായ എനർജി എല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതൊക്കെ ഈ അടുത്ത ചാപ്റ്ററിൽ അത് ഏതൊക്കെ അവിടെ പിന്നെ 58 തരം വിവിധ തരം ഊർജങ്ങളുണ്ട്. അതിൻ്റെ ഒരു ടോട്ടൽ ഇതാണ് വാസ്തുപുരുഷൻ എന്നുള്ള സങ്കല്പം. ആ വാസ്തുപുരുഷ സങ്കല്പം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ ആസ്പെക്ട്സ് എന്നുള്ള അടുത്ത, അതായത് ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്റർ വരും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പം അതുവരെ എല്ലാവർക്കും നമസ്കാരം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ഇന്ന് അടുത്തതിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം. സാറേ, നമ്മൾ ഈ വീടിനടുത്തായിട്ടേ ഈ വണ്ടിയൊക്കെ കേടായി വെച്ച് ഇങ്ങനെ വടക്ക് വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. അത് ദോഷകരമാണോ? ഓടുന്നില്ല, കേടായി വെച്ചേക്കുന്നതാണ്. ആക്രിക്ക് കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ ദോഷകരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ സൂക്ഷിക്കുകയാണ്, നമ്മുടെ വീടിന് സമീപം സൂക്ഷിക്കുകയാണെങ്കിൽ റിപ്പയർ ചെയ്ത് ശരിയായ വിധത്തിൽ, അതായത് റണ്ണിങ് കണ്ടീഷനിലുള്ള ഇതേ വയ്ക്കാവോ. അല്ലാതെ കേടായിട്ടുള്ള നമ്മുടെ വീട് തൊട്ടടുത്ത് വയ്ക്കുന്നത്, അത് ഏതായാലും ഏത് സാധനമായാലും വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഫാൻ കേടായിരിക്കുന്നു, അതായത് വീട്ടിനകത്ത് വലിയ എവിടെയെങ്കിലും നോക്കുന്നത് നല്ലതല്ല ശരിക്കും വയ്ക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ പണി നമ്മൾ ചെയ്യുന്നവരായിരിക്കും. നമ്മളതിൻ്റെ അത് കേടായതിനെ റിപ്പയർ ചെയ്ത് പറയുമ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ ഇതിൽ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നു നമ്മൾ ഒരു എൻ്റെ ഓഫീസ് മുറിയല്ലോ, അങ്ങനെ അല്ലാതെ ഈ കേട് വന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ചിലയിടത്തൊക്കെ ഒരുപാട് കേടുവന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിരിക്കും. അതൊക്കെ അത് നല്ലതല്ല. വണ്ടികളായാലും കേടായ വണ്ടികളാണെങ്കിൽ ഒന്നുകിൽ അത് ശരിയാക്കിയിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുക. കാരണം അത് ഇരിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതുകൊണ്ട് സാറേ, നമ്മൾ ബുക്കുകളെ ഒരുപാട് ബുക്സ് അത്
ഡിഗ്രിക്ക് പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള ബുക്സ്. അതിപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ പൊടി തട്ടി വെക്കും. അത് കിഴക്ക് ഭാഗത്തോട്ട് ഫേസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുമായിരിക്കും. ഇല്ല, ആ ബുക്കുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിൽ നമ്മുടെ കൈ പോകണം. നമ്മുടെ കൈ പോയി അത് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് വൃത്തിയായിട്ടൊക്കെ ഒന്ന് എടുത്തെല്ലാം വെടിവെച്ചു വീണ്ടും അടുക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇത് കുറവാണ്. എന്നാലും കഴിയുന്നതും വളരെ കൂടുതൽ ഒരു മാക്സിമം ഒരു വർഷം അതിൽ കൂടുതൽ വെച്ചേക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതൽ ഏതിരുന്നാലും നമ്മൾ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും അതിനകത്ത് പിന്നെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ വീട്ടിൽ ചില എന്തെങ്കിലും ഉപയോഗം വരുന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങൾ ഉപയോഗിച്ച് വെക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും. നമ്മൾ വരും, അതിന് നമ്മൾ അതൊക്കെ വരും, അതിലൊക്കെ നമ്മൾ വരും. വേറെ എന്തെങ്കിലും സംശയം? സാർ, എൻ്റെ ഇപ്പൊ പറഞ്ഞത് പ്രകാരം എനിക്കൊരു 1500 പുസ്തകങ്ങളുടെ ലൈബ്രറി ഉണ്ട്. അത് എൻ്റെ അപ്സ്റ്റെയറിലാണുള്ളത്. അതൊക്കെ സാർ പറഞ്ഞതുപോലെ ഉപയോഗശൂന്യമായിട്ട് വെക്കാൻ പറ്റുമോ? അല്ല, ഹലോ, കേൾക്കുന്നുണ്ട് സാർ? അല്ല, കേൾക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക. സോറി, മ്യൂട്ട് ചെയ്യുക. ഇല്ലല്ലോ, ഇല്ല. മ്യൂട്ട് ചെയ്യാൻ. ശരി സാർ. ഇല്ല, ഞാൻ മ്യൂട്ട് ചെയ്തില്ല. എനിക്ക് എന്റെ മറുപടി കിട്ടിയില്ല. അല്ല, ഞാൻ ഡബിളായിട്ട് കേൾക്കുമ്പോൾ ഓക്കെ, ശരി. അപ്പം പിന്നെ ചോദ്യം ലൈബ്രറിയിൽ സൂക്ഷിക്കുന്ന ബുക്കുകളെ പറ്റിയാണ്. ലൈബ്രറി ബുക്കുകൾ സൂക്ഷിക്കാം, പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ ബുക്കുകൾ നമ്മൾ എടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മുടെ കൈ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിനകത്ത് ചെന്നിരിക്കണം. ഇപ്പോൾ ഡ്രസ്സായപ്പോൾ ഡ്രസ്സൊക്കെ വന്നില്ലാലും ആ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതെടുത്ത് തിരിച്ച് മടക്കി വൃത്തിയാക്കി ചിലപ്പം വർഷങ്ങളായിട്ടിരിക്കുന്ന ഇതൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെടുത്ത് ഇപ്പം ആണികൾ അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആണികളൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി ഇച്ചിരി എണ്ണയോ തൊട്ട് പുരട്ടിയൊക്കെ വെച്ച് തിരിച്ച് വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് നോക്കാതെ ഒരു വർഷമായിട്ടിരിക്കുന്നു തൊടാൻ ചെയ്തില്ലെങ്കിൽ അത് നല്ലതല്ല. അതിനകത്ത് ആ നെഗറ്റീവ് എനർജി ഉണ്ടാകും. ആണ്ടിൽ ഒരിക്കലെങ്കിലും ഇപ്പോൾ ഫാൻ, നമ്മുടെ വീട്ടിലെ ഫാനൊക്കെ ഇരിക്കുന്നു, ചിലപ്പം നമ്മൾ തൊടുന്നേ ഇല്ല. ഒരു ആണ്ടിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി, ഇപ്പോൾ ഒരിക്കലും പോലെ എന്നാലും നമ്മൾ മിനിമം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചില്ലെങ്കിൽ അതിലും നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതിന് പിന്നെ അതിലൊക്കെ നമ്മൾ വരും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരും. ക്ലിയർ ആയല്ലോ? പിന്നെ വേറെ സംശയം? ശരി സാർ, ശരി സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം? സാർ, ഇപ്പൊ നമ്മളൊരു സാധനം വീടിന്റെ വടക്ക് വശത്ത് വെച്ചിരിക്കുന്നു. കേട്ടില്ല. നമ്മളിപ്പം ഒരു സാധനം വീടിന്റെ വടക്ക് വശത്ത് വെച്ചിരിക്കുന്നത് കൂട്ടുക. ഇത് വടക്ക് മൂലയാകാതോ എക്സാക്ട് വടക്കാണോ അതോ ഏത് ഡയറക്ഷനാണ് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം? എന്തോ സാധനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വണ്ടി കേടായിരിക്കുന്ന ഒരു സ്കൂട്ടർ ആണെന്ന് കൂട്ടുക. അതിപ്പം വെച്ചിരിക്കുന്നത് നോർത്ത് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. അത് ഇത്തിരി കറക്റ്റ് ആയിട്ട് ആ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. ശരിക്ക് നമ്മള് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെഹിക്കിളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഒന്നുകിൽ അത് പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഫ്രണ്ട് ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ, തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വരാതെ വടക്കോട്ടോ കിഴക്കോട്ടോ ഫ്രണ്ട് വരത്തക്കോണം പാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, അത് കാറ് പാർക്ക് ചെയ്യുന്നതിന് തന്നെ ഒന്നുകിൽ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക്. ശരിക്കും വടക്കും കിഴക്കും അതൊന്നും ശരിക്കും നല്ലതല്ല. ഒന്നുകിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂല, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് അഗ്നിമൂല. ഈ രണ്ട് ഭാഗത്തുമാണ് വാഹനം പാർക്ക് ചെയ്യാൻ ആകുന്ന സ്ഥലങ്ങൾ. അത് ലൈവായിട്ടുള്ള, അതായത് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പാർക്ക് ചെയ്യുന്നവർ കാർപോർച്ച് ചെയ്യുന്നു. കാർപോർച്ചിന് ഉത്തമമായ സ്ഥലങ്ങൾ നോർത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റുമാണ്. അതായത് വായുമൂലയും അഗ്നിമൂലയാണ്. മറ്റേ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറൊന്നും കാർപോർച്ച് നല്ലതല്ല. അപ്പൊ അങ്ങനെ പക്ഷെ കേടുവന്ന വാഹനങ്ങൾ എവിടെയായാലും നല്ലതല്ലെന്നാണ്. കേടുവന്നിട്ടുള്ള വർക്ക് ചെയ്യാത്ത വാഹനങ്ങൾ ഒന്നുകിൽ നമ്മളത് റിപ്പയർ ചെയ്ത് കറക്റ്റാക്കി വെക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓം
അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ആഴ്ച വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ഓഫിയാണ്.